കേന്ദ്ര നയങ്ങൾക്കെതിരായ പണിമുടക്ക് കേരളത്തിൽ പൂർണ്ണം. പൊതുനിരത്തുകൾ നിശ്ചലം. KSRTC സർവീസുകൾ നാമമാത്രം. പലയിടത്തും സമരാനുകൂലികൾ വാഹനം തടഞ്ഞു. സെക്രട്ടേറിയറ്റിൽ ഹാജർ നില 10% മാത്രം. കോഴിക്കോട് പുതിയങ്ങാടിയിൽ സ്കൂൾ അടപ്പിക്കാൻ സമരാനുകൂലികളുടെ നീക്കം. സ്കൂളിലെത്തിയ അധ്യാപകരെ സമരക്കാർ തടഞ്ഞു. വിദ്യാർത്ഥിയുടെ മുഖത്തടിച്ചെന്നും പരാതി. പ്രദേശത്ത് സംഘർഷാവസ്ഥ. പണിമുടക്ക് ദിവസവും UDF യാത്ര നടത്തുന്നതിനെ ചൊല്ലി വിവാദം. തൊഴിലാളികളിൽ അനൈക്യം ഉണ്ടാക്കാൻ പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നുവെന്ന് MV ഗോവിന്ദൻ. സമരത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് INTUCയെ വിലക്കാൻ ശ്രമിച്ചു. എല്ലായിടത്തും കരിങ്കാലികളുണ്ടെന്ന് ഇളമരം കരീം. ദേശീയ പണിമുടക്ക് കേരളത്തിൽ മാത്രം ബന്ദും ഹർത്താലുമാക്കി മാറ്റുന്നതിനെതിരെ VD സതീശൻ. ഇടത് ഭരണകാലത്ത് ബംഗാളിൽ പോലും പണിമുടക്കിനെ ബന്ദാക്കിയിരുന്നില്ല. ഇതിൽ തുറന്ന ചർച്ച വേണമെന്നും പ്രതിപക്ഷ നേതാവ്. ഏത് ദേശീയ പണിമുടക്കാണെങ്കിലും കേരളത്തിൽ മാത്രമാണ് ബന്ദിനും ഹർത്താലിനും സമാനമായ രീതിയിൽ അത് മാറുന്നത്. നിങ്ങൾ എന്നോട് തർക്കിക്കണ്ട, ഒരു പൊതു ചർച്ചയ്ക്ക് ഞാൻ വെക്കുകയാണ്. ഡൽഹി അടക്കമുള്ള പ്രധാന നഗരങ്ങളിൽ ജനജീവിതം സാധാരണ നിലയിൽ. വ്യവസായ മേഖലയിൽ പ്രതിഷേധവുമായി തൊഴിലാളികൾ. ബംഗാൾ, പഞ്ചാബ് സംസ്ഥാനങ്ങളിൽ സമരത്തോട് ഭാഗിക പ്രതികരണം. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും സമരം ചലനമുണ്ടാക്കിയില്ല. ആദ്യ ബലാത്സംഗ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം. ജാമ്യം കർശന വ്യവസ്ഥകളോടെ. 3 ദിവസം തുടർച്ചയായി ചോദ്യം ചെയ്യലിന് ഹാജരാവണം. ലൈംഗിക ശേഷി വീണ്ടും പരിശോധിക്കും. അറസ്റ്റ് ചെയ്താലും ജാമ്യത്തിൽ വിടണം. കട്ടിളപ്പാളി കേസിൽ മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജുവിനും ജാമ്യം. ദ്വാരപാലക കേസിൽ കസ്റ്റഡിയിൽ തുടരും. വീണ്ടും ശാസ്ത്രീയ പരിശോധനയ്ക്കായി SIT സംഘം സന്നിധാനത്തേക്ക്. സ്വർണ്ണപ്പാളികളുടെ സാമ്പിൾ ശേഖരിക്കും. പുതുയുഗ യാത്രയ്ക്കിടെ കോഴിക്കോട് കുറ്റ്യാടിയിൽ വേദിയിലുണ്ടായ പിടിവലിയിൽ ന്യായീകരണവുമായി കോൺഗ്രസ്. ഇല്ലാത്ത സംഭവം ഊതി വീർപ്പിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കുറ്റ്യാടിയിൽ ഉണ്ടായത് സ്നേഹത്തള്ളലെന്ന് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ. തുടർഭരണ വിവാദത്തിൽ ഇനി പ്രതികരണത്തിനില്ലെന്ന് K സച്ചിദാനന്ദൻ. ഇടതുപക്ഷത്തിരുന്നാണ് ഇടതുപക്ഷത്തിനെതിരെ വിമർശനം നടത്തിയത്. കോൺഗ്രസിനെതിരെ നടത്തിയ വിമർശനങ്ങൾ ചിലർ കാണാതെ പോയെന്നും പ്രതികരണം. കോൺഫിഡന്റ് ഉടമ CJ റോയിയുടെ മരണത്തിൽ ആദായ നികുതി വകുപ്പിന് ക്ലീൻ ചിറ്റ്. ആദായ നികുതി വകുപ്പ് സമ്മർദ്ദം ചെലുത്തിയതിന് തെളിവില്ലെന്ന് SIT. ജീവനൊടുക്കിയ ദിവസം ചോദ്യം ചെയ്യൽ നടന്നില്ലെന്നും SITയുടെ കണ്ടെത്തൽ. തിരുവല്ല സ്പായിലെ കൂട്ടബലാത്സംഗം കൊട്ടേഷൻ അല്ലെന്ന് പോലീസ്. അക്രമം ഗുണ്ടാ പിരിവിനെ ചൊല്ലിയുള്ള തർക്കം കാരണം. ബലാത്സംഗ കേസിലെ പ്രതികളെല്ലാം പോലീസിന്റെ പിടിയിൽ. അഹമ്മദാബാദ് വിമാനാപകടം ബോധപൂർവം ഉണ്ടാക്കിയതോ? പൈലറ്റ് മനഃപൂർവ്വം അപകടമുണ്ടാക്കിയെന്ന് അന്വേഷണ ഏജൻസികൾ. റിപ്പോർട്ട് ചെയ്തത് ഇറ്റാലിയൻ മാധ്യമം. പൈലറ്റ് എഞ്ചിൻ സ്വിച്ച് ഓഫ് ചെയ്തതാണ് 260 പേരുടെ മരണത്തിനിടയാക്കിയതെന്ന് കണ്ടെത്തൽ. വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന കേന്ദ്ര നിർദ്ദേശം കേരളം നടപ്പിലാക്കുമോ? പ്രതികരിക്കാതെ സംസ്ഥാന സർക്കാർ. രാഷ്ട്രപതിയും ഗവർണർമാരും പങ്കെടുക്കുന്ന പരിപാടികളിൽ വന്ദേമാതരം നിർബന്ധമാക്കി കേന്ദ്ര നിർദ്ദേശം. രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റ് അംഗത്വം റദ്ദാക്കണമെന്ന് BJPയുടെ നോട്ടീസ്. വസ്തുതാ വിരുദ്ധമായ വിവരങ്ങൾ പാർലമെന്റിൽ ഉന്നയിച്ചെന്ന ആരോപണം. BJP MP നിഷികാന്ത് ദുബെയുടെ നീക്കം പ്രധാനമന്ത്രിക്കെതിരായ വിമർശനങ്ങൾക്ക് പിന്നാലെ.
ദേശീയ പണിമുടക്ക് കേരളത്തിൽ മാത്രം ഹർത്താലിനും ബന്ദിനും സമാനമാകുന്നതിനെതിരെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കാലഹരണപ്പെട്ട രീതികൾ മാറണമെന്ന് സതീശൻ ആവശ്യപ്പെട്ടു. ഇതിൽ തുറന്ന ചർച്ചയും വേണം. CPM ഭരിച്ച കാലത്ത് ബംഗാളിൽ പോലും പണിമുടക്കിനെ ബന്ദാക്കി മാറ്റിയിരുന്നില്ല. ദേശീയ പണിമുടക്കിനോട് യോജിക്കുന്നതായും വി.ഡി. സതീശൻ പറഞ്ഞു. അപ്പൊ കേരളത്തിൽ മാത്രമുള്ളത് അല്ല, ഞാൻ ചോദിക്കട്ടെ, ഞാൻ ചോദിക്കുന്നത് കേരളത്തിൽ മാത്രമാണോ ഇതുള്ളത്? അപ്പൊ ഇത് ദേശീയ തലത്തിൽ ബാധിക്കുന്ന ഒരു വിഷയമല്ലേ? ഏത് ദേശീയ പണിമുടക്കാണെങ്കിലും കേരളത്തിൽ മാത്രമാണ് ബന്ദിനും ഹർത്താലിനും സമാനമായ രീതിയിൽ അത് മാറുന്നത്. നിങ്ങൾ എന്നോട് തർക്കിക്കണ്ട, ഇതൊരു പൊതു ചർച്ചയ്ക്ക് ഞാൻ വെക്കുകയാണ്. കുറേ കാര്യങ്ങൾ കാലഹരണപ്പെട്ട കുറേ കാര്യങ്ങൾക്ക് മാറ്റം വേണം എന്ന അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. ഇതാണ് വി.ഡി. സതീശന്റെ അഭിപ്രായം. പൊതുപണിമുടക്ക് ബന്ദും ഹർത്താലുമായി മാറുന്നതിനെതിരെയാണ് സതീശൻ ശക്തമായ രീതിയിൽ പ്രതികരിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ഇത് പൊതു ചർച്ചയ്ക്ക് വെക്കുന്നു എന്നുമാണ് വി.ഡി. സതീശൻ പറയുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കിരൺ ബാബു ചേരുകയാണ്. കിരൺ, ഇത് ശരിയുമാണ്. കാരണം കേരളത്തിൽ മാത്രമാണ് പൊതുപണിമുടക്കുകൾ ഇങ്ങനെ ഹർത്താലും ബന്ദുമായി മാറുന്നത്. അപ്പോൾ ഇക്കാര്യത്തിൽ കോൺഗ്രസ് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുകയാണല്ലോ. ഇതിനോട് യോജിപ്പില്ല, പൊതുപണിമുടക്കിനെ അനുകൂലിക്കുന്നു, പക്ഷേ അതിനെ നിർബന്ധിപ്പിച്ച് ഹർത്താലും ബന്ദുമാക്കുന്നതിനെ കോൺഗ്രസ് അനുകൂലിക്കില്ല എന്ന്. മഞ്ജുഷ, അതുതന്നെയാണ് പുതിയ കാലത്തിന് വേണ്ടി ഒരു പുതിയ നിർദ്ദേശം എന്ന തരത്തിൽ കൂടിയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇത് മുന്നോട്ട് വെക്കുന്നത്. ഇതിലേക്ക് നയിച്ച സാഹചര്യം ഇന്ന് പൊതുപണിമുടക്കാണ്. പൊതുപണിമുടക്കിൽ INTUC അടക്കമുള്ള കോൺഗ്രസിൻ്റെ സംഘടനകളടക്കമുള്ള തൊഴിലാളി സംഘടനകളെല്ലാം തന്നെ പങ്കെടുക്കുന്നുണ്ട്. ഇതിനെ പരസ്യമായി തന്നെ കോൺഗ്രസും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ദിവസം തന്നെ പുതിയ യാത്ര നടക്കുന്നത് ഇതിനെ വിമർശിച്ചുകൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കം രംഗത്ത് വന്നിരുന്നു. ഇതേക്കുറിച്ചുള്ള ചോദ്യം മാധ്യമപ്രവർത്തകർ ഉന്നയിക്കുമ്പോഴാണ് പറയുന്നത്, പണിമുടക്കിനോട് ഞങ്ങൾ പൂർണ്ണമായി യോജിക്കുന്നു, പണിമുടക്ക് ആശയങ്ങളോടുമെല്ലാം യോജിക്കുന്നു, പണിമുടക്ക് ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഈ പുതിയ യാത്ര വഴി ചെയ്യുന്നത് എന്നതൊക്കെ പറഞ്ഞിട്ടാണ് പ്രധാനമായും സതീശൻ പറയുന്നത്. കേരളത്തിൽ മാത്രമാണ് ദേശീയ പണിമുടക്ക് ബന്ദിനും ഹർത്താലിനും സമാനമായി മാറുന്നത്. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും അങ്ങനെ ഇത് ബന്ദിനും ഹർത്താലിനും സമാനമായി മാറുന്നില്ല. അതുകൊണ്ട് അതിൽ ഒരു ചർച്ച വേണം, ഒരു തുറന്ന ചർച്ച വേണം. അങ്ങനെ ഒരു നിർദ്ദേശം ഞാൻ മുന്നോട്ട് വെക്കുകയാണ്. അതിൽ തുറന്ന ചർച്ച വേണം എന്നാണ് അദ്ദേഹം പ്രധാനമായും പറയുന്നത്. മറ്റൊന്നുകൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ബംഗാളിൽ ഇടതുപക്ഷം ഭരിച്ചിരുന്ന കാലത്തടക്കം അന്ന് ദേശീയ പണിമുടക്കം നടക്കുമ്പോൾ അതിനെ ബന്ദായി മാറാൻ അനുവദിച്ചിരുന്നില്ല. കേരളത്തിൽ മാത്രം എന്തിനാണ് ഇതിനെ ബന്ദായി മാറ്റുന്നത്? അക്കാര്യത്തിൽ ചർച്ച വേണം എന്നതുകൂടിയാണ്. സാമാന്യം വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഒക്കെ വഴി തുറക്കുന്ന ഒരു നിർദ്ദേശം കൂടിയാണ് വി.ഡി. സതീശൻ വീണ്ടും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതേ വേദിയിൽ തന്നെ MM ഹസൻ ഉണ്ടായിരുന്നു എന്നതുകൂടി ആലോചിക്കണം. ഹസൻ പണ്ട് ഹർത്താലുകൾക്കെതിരെ ഉപവാസം നടത്തുകയും ഒക്കെ ചെയ്ത ആളാണ്. അതേ കോൺഗ്രസ്സുകാർ തന്നെ പിന്നീട് LDF ഭരണകാലത്തെ ഹർത്താൽ ആഹ്വാനം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും അത്തരം വിവാദങ്ങളിലൊക്കെ പല ഘട്ടത്തിലായി ഈ ഹർത്താലുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. ഹർത്താലിനായിട്ടുള്ള കോൺഗ്രസിന്റെ പൊതു നിലപാടും അതിനുശേഷം ഹർത്താലുകൾ നടത്തിയതുമൊക്കെ. ഇപ്പോൾ വീണ്ടും വി.ഡി. സതീശൻ അത്തരമൊരു നിർദ്ദേശം വെക്കുന്നു. എന്തുകൊണ്ട് പൊതുപണിമുടക്ക് കേരളത്തിൽ മാത്രം ഹർത്താലും ബന്ദുമായി മാറുന്നു? അക്കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഒരു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാവണം എന്നതാണ് വി.ഡി. സതീശന്റെ നിർദ്ദേശം. ശരി, കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. വി.ഡി. സതീശൻ ഈ ഒരു വിഷയം പൊതു ചർച്ചയ്ക്ക് വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ ഇനി മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികരണങ്ങളും പ്രധാനമാണ്. വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര പണിമുടക്കിന്റെ ദിവസം മാറ്റിവെക്കാത്തതിനെ വിമർശിക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. INTUC ആവശ്യപ്പെട്ടിട്ടും ജാഥ മാറ്റിവെക്കാൻ വി.ഡി. സതീശൻ തയ്യാറായില്ലെന്നാണ് CPMന്റെ വിമർശനം. പണിമുടക്ക് ദിവസം യാത്ര നടത്തുന്നത് തൊഴിലാളികളിൽ അനൈക്യം ഉണ്ടാക്കാനേ സഹായിക്കൂ. സമരത്തിന്റെ ഭാഗമായിട്ടും INTUCയും STUവും സംയുക്ത ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ അവരുടെ രാഷ്ട്രീയ നേതൃത്വം സമ്മതിക്കുന്നില്ല എന്നും MV ഗോവിന്ദന്റെ വിമർശനം. വി.ഡി. സതീശൻ്റെ ജാതിയുമായിട്ട് ബന്ധപ്പെട്ട് ഡ്രൈവർമാരുണ്ടല്ലോ, അവർ ചെറിയ ഞങ്ങളെപ്പോലെ 2-3 വാഹനമൊന്നുമല്ല, അവർക്ക് ഒരുപാട് വാഹനങ്ങളാണ്. ആരാ തടയുക? INTUCക്കാരാണ് അതിൻ്റെ മറുപടി പറയേണ്ടത്. INTUCക്കാർ പറഞ്ഞു പോലും ജാഥ മാറ്റിവെക്കാൻ. പക്ഷേ കോൺഗ്രസ് നേതൃത്വം UDF നേതൃത്വം തയ്യാറായില്ല. STക്കാർക്കും അതിൻ്റെ മേലെ ഒന്നും പറയാൻ സാധിക്കുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ തൊഴിലാളി വർഗത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഇന്നത്തെ ജാഥ ഞങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ ഞങ്ങളെല്ലാം വിചാരിച്ചത് അവരുടെ ജാതി അവസാനിപ്പിക്കുമെന്നാണ്, ഇന്നെങ്കിലും അവസാനിക്കുമെന്നാണ്. പക്ഷേ അവർ ചെയ്തില്ല എന്നുള്ളത് അവർക്കിടയിൽ വൈരുദ്ധ്യമുണ്ടാക്കാൻ അല്ലെങ്കിൽ തൊഴിലാളികൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ മാത്രമേ ഉപകരിക്കുള്ളൂ എന്ന കാര്യത്തിലും എനിക്ക് യാതൊരു സംശയമില്ല. കരിങ്കാലികൾ ഏത് സമരത്തിലും ഉണ്ട് എന്നാണ് ഈ വിഷയത്തിൽ എളമരം കരീമിന്റെ പ്രതികരണം. UDF ഇന്ന് അവരുടെ പ്രചരണ പരിപാടി ഒഴിവാക്കേണ്ടതായിരുന്നു. LDF ഒഴിവാക്കി. LDF നേരത്തെ ഷെഡ്യൂൾ ചെയ്ത പരിപാടിയിൽ ഇന്നത്തെ ദിവസം ഉണ്ടായിരുന്നു. പക്ഷേ ദേശീയ പണിമുടക്കാണെന്ന് പ്രഖ്യാപനം വന്നപ്പോൾ
LDF കൂടിയാലോചിച്ച് ഇന്ന് LDFന്റെ ജാഥ മാറ്റിവെക്കാൻ തീരുമാനിച്ചു. ആ ദിവസം മറ്റൊരു ദിവസത്തേക്ക് വെച്ചു. പക്ഷെ UDF ചെയ്തില്ല. തൊഴിലാളി പ്രശ്നങ്ങളോട് UDFന് ഒരു പ്രതിബദ്ധതയുമില്ല എന്നാണ് അവർ പരസ്യമായി പ്രഖ്യാപിക്കുന്നത്. RSS BJP നേതൃത്വം അമേരിക്കൻ സാമ്രാജ്യത്വവുമായി ചേർന്ന് ഇന്ത്യൻ തൊഴിലാളികളുടെയും കർഷകരുടെയും മൗലിക അവകാശങ്ങൾ തകർക്കുന്ന ഈ നിർണായകമായ ഘട്ടത്തിൽ അതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണ് എല്ലാവരും ചെയ്യേണ്ടത്. ദേശസ്നേഹമുള്ളവർ അതിൽ നിന്ന് മാറി അല്ലെങ്കിൽ അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവരാണ് എന്ന ഒരു സ്ഥിതി വരുത്തിയത് UDF ചെയ്തത് അങ്ങേയറ്റം വേദനാജനകമാണ്, പ്രതിഷേധാർഹമാണ്. കേന്ദ്ര നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് സംസ്ഥാനത്ത് പൂർണ്ണമാണ്. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല. സ്വകാര്യ ബസ്സുകളും ഓട്ടോ ടാക്സികളും നിരത്തിൽ ഇറങ്ങാതിരുന്നതോടെ യാത്രക്കാർ വലഞ്ഞു. തിരുവനന്തപുരം നെയ്യാറ്റിൻകര KSRTC ഡിപ്പോയിൽ ജോലിക്കെത്തിയ ജീവനക്കാരും സമരാനുകൂലികളും തമ്മിൽ വാക്കേറ്റമുണ്ടായി. പാറശാലയിലും അങ്കമാലിയിലും KSRTC ബസ്സുകൾ തടഞ്ഞു. വിവിധയിടങ്ങളിൽ വാഹനങ്ങൾ തടഞ്ഞും ബാങ്കുകളും കടകമ്പോളങ്ങളും അടപ്പിച്ചുമാണ് സമരാനുകൂലികൾ പ്രതിഷേധിക്കുന്നത്. സെക്രട്ടേറിയറ്റിൽ 10% ജീവനക്കാർ മാത്രമാണ് ജോലിക്കെത്തിയത്. തിരുവനന്തപുരത്തടക്കം റെയിൽവേ സ്റ്റേഷനുകളിൽ എത്തിയവർക്ക് പോലീസ് യാത്രാ സൗകര്യം ഒരുക്കി. പൊതുപണിമുടക്ക് സംസ്ഥാനത്ത് ഏറെക്കുറെ പൂർണ്ണമായിരുന്നു. സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളെല്ലാം അടഞ്ഞുകിടന്നു. ഹാജർ നില സെക്രട്ടേറിയറ്റ് അടക്കം വളരെ കുറവായിരുന്നു. സ്വകാര്യ സ്ഥാപനങ്ങളും ഫാക്ടറികൾ ഉൾപ്പെടെയുള്ളവയും പ്രവർത്തിച്ചില്ല. കാര്യമായ അക്രമ സംഭവങ്ങൾ എങ്ങും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ KSRTC ജീവനക്കാർ ജോലിക്കെത്തിയവരെ തടഞ്ഞു. നെയ്യാറ്റിൻകര ഡിപ്പോയിലാണ് ജീവനക്കാരെ സമരക്കാർ തടഞ്ഞത്. പോത്തൻകോട് ഒരു പോസ്റ്റ് ഓഫീസും പൂട്ടിച്ചു. മന്ത്രിമാർ അടക്കമുള്ളവർ സമരത്തിന്റെ ഭാഗമായി ജോലിയിൽ നിന്ന് വിട്ടുനിന്നു. മന്ത്രി V ശിവൻകുട്ടി ഔദ്യോഗിക വസതിയിൽ നിന്ന് കാൽനടയായാണ് സമരകേന്ദ്രമായ മ്യൂസിയം ജംഗ്ഷനിലേക്ക് എത്തിയത്. അവിടെ നിന്ന് സംസ്ഥാന നേതാക്കൾ TP രാമകൃഷ്ണൻ അടക്കമുള്ള ഇടതുമുണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുത്ത സമരം ലോക്ഭവന് മുന്നിൽ വലിയ ധർണ, ആയിരക്കണക്കിന് തൊഴിലാളികൾ പങ്കെടുത്ത ധർണ രാജ്ഭവന് മുന്നിൽ നടന്നു. യന്ത്രവൽക്കരണത്തിന്റെ ഒരു യുഗമാണിത്. ആധുനികവൽക്കരണത്തിന്റെ കാലമാണിത്. നിരവധി ശാസ്ത്ര നേട്ടങ്ങൾ കൈവരിച്ച കാലമാണിത്. അത്തരമൊരു കാലത്ത് ഈ പരീക്ഷണങ്ങളും വിജയങ്ങളും എല്ലാം, ഗവേഷണങ്ങളും എല്ലാം തൊഴിലാളികളുടെ അധ്വാന ഭാരം എങ്ങനെ കുറയ്ക്കാം, അതിനു കൂടി ഉപയോഗിക്കത്തക്ക നിലയിൽ നടപ്പിലാക്കേണ്ടതാണ്. ഈ സാഹചര്യം തൊഴിലാളികളുടെ അധ്വാന ഭാരം വർദ്ധിപ്പിക്കാൻ, തൊഴിലാളികളുടെ അധ്വാന സമയം കൂട്ടാൻ മുതലാളിത്ത ശക്തികൾ ഉപയോഗിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനം മുന്നോട്ട് വെക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മാത്രമാണ്. ദേശീയ പണിമുടക്കിൽ കൊച്ചിയിൽ നിരവധിയായ സ്വകാര്യ വാഹനങ്ങളടക്കം നിരത്തിലിറങ്ങി. എങ്കിലും സ്വകാര്യ ബസ്സുകൾ, അതോടൊപ്പം തന്നെ KSRTC തുടങ്ങിയവയൊന്നും പൊതുഗതാഗത സംബന്ധിയായ കാര്യങ്ങളിൽ സർവീസ് നടത്താത്തതുകൊണ്ട് യാത്രക്കാർ ധാരാളമായി വലച്ചു. പിന്നെ കൂടുതൽ പേരും ആശ്രയിച്ചത് കൊച്ചി മെട്രോ അടക്കമുള്ള സംവിധാനങ്ങളെയാണ്. ഒപ്പം ടാക്സി സർവീസുകൾ, ഓൺലൈൻ ടാക്സി സർവീസും അതോടൊപ്പം തന്നെ ഓട്ടോറിക്ഷയും ധാരാളമായിട്ട് നിരത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഈ ഓരോ ഇടങ്ങളിൽ വന്നു ചേരുന്ന റെയിൽവേ സ്റ്റേഷൻ, അതോടൊപ്പം തന്നെ ബസ് ടെർമിനൽ, ഇവിടേക്ക് എത്തിച്ചേരുന്നവർക്ക് നഗരത്തിൽ എവിടെയെങ്കിലും പോകണമെങ്കിൽ അതിനുള്ളൊരു ക്രമീകരണങ്ങളിലേക്ക് ഈ ഓട്ടോ സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് എല്ലാം തന്നെ സാധിച്ചു. എങ്കിലും കടകമ്പോളങ്ങൾ അടഞ്ഞു കിടക്കുകയായിരുന്നു. ഒപ്പം തന്നെ വ്യാപാര സ്ഥാപനങ്ങളൊന്നും തന്നെയും പ്രവർത്തിച്ചിരുന്നില്ല. പണിമുടക്കിൽ പങ്കെടുത്തവർ എന്ന ഇവിടേക്ക് BSNL ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രതിഷേധ പ്രകടനം നടത്തുകയും അത് ഇളമരം കരീം, CIT നേതാവ് ഇളമരം കരീം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അങ്കമാലിയിൽ KSRTC ബസ് പുറത്തേക്ക് എടുത്തപ്പോൾ അതുവഴി വന്ന പ്രകടനം അത് തടയുകയും ബസ് തിരികെ ഡിപ്പോയിലേക്ക് എടുപ്പിക്കുകയും ചെയ്തു. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ജില്ലയിൽ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല.
പൊതുപണിമുടക്ക് ഒരു ഹർത്താലിന്റെ പ്രതീതി തന്നെയായിരുന്നു കോട്ടയത്തും ഉണ്ടായിരുന്നത്. രാവിലെ മുതൽ പക്ഷേ സ്വകാര്യ വാഹനങ്ങൾ കാര്യമായി തന്നെ നിരത്തിലോടി എന്നുള്ളതാണ് ഈ ഒരു പണിമുടക്കിന്റെ പ്രത്യേകത. പ്രത്യേകിച്ച് കാറുകൾ, ഇരുചക്ര വാഹനങ്ങളൊക്കെ വളരെ സുഗമമായി തന്നെ യാത്ര നടത്തി. എവിടെയും കാര്യമായ അക്രമ സംഭവങ്ങളൊന്നും ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കോട്ടയത്തിന്റെ നിലവിലുള്ള ഒരു ആശ്വാസം. രാവിലെ ഹർത്താൽ അനുകൂലികൾ വിവിധയിടങ്ങളിൽ പ്രാദേശികമായി ഉൾപ്പെടെ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തു. രാത്രി വൈകി 24 മണിക്കൂർ ഹർത്താൽ ആയതുകൊണ്ട് തന്നെ ആ സമയം വരെ പോലീസ് വലിയ സുരക്ഷ ഒരുക്കുന്നുണ്ട്. ആളുകളും മറ്റും ഭക്ഷണത്തിനായി പലയിടത്തും വലയുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷനും അല്ലെങ്കിൽ ആശുപത്രി ക്യാൻറ്റീനുകളും ഒക്കെ മാത്രമായിരുന്നു ആശ്വാസമായി ഉണ്ടായിരുന്നത്. എന്തായാലും ഈ പണിമുടക്ക് പൊതുവെ ഒരു അക്രമ സംഭവങ്ങൾ ഒഴിഞ്ഞതാണ് കോട്ടയം ജില്ലയെ സംബന്ധിച്ച് എന്നുള്ളതാണ് ഇതുവരെ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. ആലപ്പുഴ ജില്ലയിൽ പൊതുവെ സമാധാനപൂർവ്വമായാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇന്നലെ രാത്രി മുതൽ തന്നെ കടകമ്പോളങ്ങൾ ഒക്കെ തന്നെ നിശ്ചലമായിരുന്നു. ഇന്നിപ്പോൾ സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങുന്നത്. ഒപ്പം കടകളൊക്കെ തന്നെ അടച്ച ഈ പ്രതിഷേധത്തോടൊപ്പം ആളുകൾ അണിനിരക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് വിനോദസഞ്ചാര കേന്ദ്രമായ ആലപ്പുഴയിലേക്ക് എത്തിയ സഞ്ചാരികൾക്ക് ഹോട്ടലുകളും മറ്റും അടച്ചുള്ള സമരം അത് ഭക്ഷണത്തെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഭക്ഷണം ലഭ്യമാകാത്ത ഒരു സാഹചര്യം ഉണ്ട്. ഫിനിഷിംഗ് പോയിന്റ് അടക്കമുള്ള ഇടങ്ങളിൽ എത്തിയ സഞ്ചാരികൾക്ക് കായൽ സഞ്ചാര മേഖലകളിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ മറ്റ് ഇടങ്ങളിലേക്ക് എത്തിയവർക്ക് ഭക്ഷണം കഴിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പൊതുമേഖലകൾ, അതായത് KSRTC, വാട്ടർ ട്രാൻസ്പോർട്ട്, ജലഗതാഗത മേഖല അടക്കമുള്ള ഇടങ്ങൾ അത് നിശ്ചലമായിരുന്നു. KSRTC ബസ് സ്റ്റാൻഡുകളിൽ തൊഴിലാളികൾ സമരത്തിൽ പങ്കെടുത്തു. ഒപ്പം വാട്ടർ ട്രാൻസ്പോർട്ടിലും അത്തരത്തിൽ സമരത്തിന് അനുകൂലമായ നിലപാടായിരുന്നു സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ പൊതുഗതാഗത രംഗത്ത് ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. പൊതുവെ ഒരു അവധി ദിവസത്തിന്റെ ആലസ്യത്തോടെയാണ് ആലപ്പുഴ മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെ പറയാം. ഇതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് നേരത്തെ തന്നെയുള്ള ബുക്കിങ്ങുകൾ പ്രകാരം എത്തിയ ഷെഡ്യൂളുകൾ പ്രകാരം എത്തിയ വിനോദസഞ്ചാരികൾക്ക് അവരുടെ ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങളിൽ പ്രശ്നം സംഭവിച്ചു എന്നുള്ളതാണ്. YMCA ടൗണിൽ ആലപ്പുഴ നഗരത്തിൽ വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ഒപ്പം തന്നെ പൊതുവെ സമാധാനപരമായി ആലപ്പുഴയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. മലപ്പുറം ജില്ലയിൽ പണിമുടക്ക് പൂർണ്ണമാണ്. പൊതുഗതാഗത രംഗം നിശ്ചലമായ സാഹചര്യമാണ് ഉള്ളത്. പെരിന്തൽമണ്ണ, മലപ്പുറം, നിലമ്പൂർ, പൊന്നാനി തുടങ്ങിയ ഡിപ്പോയിൽ നിന്നൊന്നും തന്നെ KSRTCയുടെ സർവീസുകൾ ഉണ്ടായിരുന്നില്ല. സ്വകാര്യ ബസ്സുകളും നിരത്തിലിറങ്ങിയില്ല. ഓട്ടോറിക്ഷകൾ ചിലയിടങ്ങളിലൊക്കെ ഓടിയിരുന്നു. സ്വകാര്യ വാഹനങ്ങളും നിരത്തിലിറങ്ങിയിരുന്നു. പക്ഷേ 10 മണിക്ക് ശേഷം പലയിടങ്ങളിലും സ്വകാര്യ വാഹനങ്ങൾ അല്പസമയം തടഞ്ഞ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ തന്നെ സമാധാനപൂർണ്ണമായി പരിഹരിക്കുകയും ചെയ്തു. എവിടെയും അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഉച്ചവരേക്കും. ഇന്ന് പ്രധാനമായിട്ടും മലപ്പുറത്ത് MV ഗോവിന്ദൻ മാസ്റ്റർ CPMന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പങ്കെടുത്ത ധർണയായിരുന്നു. CITUവിന് നേതൃത്വം ധർണയായിരുന്നു പ്രധാനപ്പെട്ട ഒരു കാര്യം. കോട്ടക്കലായിരുന്നു അദ്ദേഹം ആ ധർണയുടെ ഭാഗമായത്. STUയും INTUCയും അവർ ഈ ഒരു സമരവുമായി സഹകരിക്കുന്നുണ്ടെങ്കിലും സംയുക്തമായിട്ട് പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നില്ല എന്നൊരു ഗുരുതരമായ ആക്ഷേപമാണ് അവർ ഉന്നയിച്ചത്. VD സതീശൻ്റെ ജാഥ ഇന്നത്തെ ദിവസം തുടരുന്നതിനെയും ഗോവിന്ദൻ മാസ്റ്റർ വിമർശിച്ചു. എന്നാണെങ്കിലും രാവിലെ മുതൽ എവിടെയും അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാതെ മലപ്പുറം ജില്ലയിൽ പണിമുടക്ക് ദിവസം കടന്നു പോവുകയാണ്. പക്ഷേ ജനജീവിതം പരിപൂർണമായും സ്തംഭിച്ച സാഹചര്യമാണ് ജില്ലയിലുള്ളത്. സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത അഖിലേന്ത്യാ പണിമുടക്ക് വയനാട് ജില്ലയെ സംബന്ധിച്ച് പൂർണ്ണമായിരുന്നു എന്ന് തന്നെ പറയാം. ഈ നിമിഷം വരെ പൂർണ്ണമായിരുന്നു. രാവിലെ 7 മണി വരെയൊക്കെ വാഹനങ്ങൾ ഓടിയിരുന്നെങ്കിലും അതിനുശേഷം സമരാനുകൂലികൾ എത്തിയതിനു ശേഷം വാഹനങ്ങൾ പലയിടത്തും തടയുന്ന ഒരു കാഴ്ച കണ്ടു. സ്വകാര്യ വാഹനങ്ങളാണ് അധികവും നിരത്തിലിറങ്ങിയിരുന്നത്. അതും രാവിലെ ഒരു 7 മണി വരെ. അതിനുശേഷം പൂർണ്ണമായും വാഹനങ്ങൾ നിരത്തിലിറങ്ങിയില്ല എന്ന് തന്നെ പറയാം. ചില സ്ഥലങ്ങളിലെല്ലാം വാഹനങ്ങൾ സ്വകാര്യ വാഹനങ്ങൾ ഓടുന്നുണ്ടായിരുന്നെങ്കിലും അത് കുറച്ചു കഴിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയുമാണ് ഉണ്ടായത്. എന്തായാലും ഈ ഒരു പണിമുടക്ക് വലിയ രീതിയിൽ തന്നെ വിജയിച്ചു എന്ന് തന്നെയാണ് ഈ ഒരു ഉച്ച സമയം വരെ നമുക്ക് പറയാൻ കഴിയുന്നത്. കൽപ്പറ്റയിൽ സമരാനുകൂലികളും അതുപോലെ തന്നെ ഡ്രൈവർമാരും തമ്മിൽ ചെറിയ ഒരു വാക്കേറ്റമുണ്ടായെങ്കിലും അത് സംസാരിച്ച് തീർക്കുന്ന ഒരവസ്ഥയുമുണ്ടായി. അതുപോലെ തന്നെ വിദ്യാലയങ്ങളൊന്നും പ്രവർത്തിച്ചിട്ടില്ല. അതുപോലെ സർക്കാർ ഓഫീസുകളിലെല്ലാം ഹാജർ നില വളരെ കുറവായിരുന്നു. KSRTC സർവീസ് നടത്തിയിട്ടില്ല. എന്തായാലും വയനാടിനെ സംബന്ധിച്ച് നിരവധി തൊഴിലാളികൾ അല്ലെങ്കിൽ തോട്ടം തൊഴിലാളികളൊക്കെ ഉൾപ്പെടുന്ന ഒരു ജില്ലയെ സംബന്ധിച്ച് ഈ ഒരു പണിമുടക്കിൽ എല്ലാവരും അത് ഒരു ആവശ്യത്തിനുള്ളതാണെന്നുള്ള രീതിയിൽ തന്നെ എല്ലാവരും അതിനോട് സഹകരിച്ചു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇനിയും ഇന്നലെ രാത്രി 12 മണിക്കാണ് ഈ ഒരു പണിമുടക്ക് തുടങ്ങുന്നത്. ഇന്ന് അർദ്ധരാത്രി 12 മണി വരെ ആയിരിക്കും പണിമുടക്ക്. എന്തായാലും ഈ ഒരു സമയം അല്ലെങ്കിൽ 1 മണി സമയം വരെ യാതൊരു തരത്തിലുള്ള
അനിഷ്ട സംഭവങ്ങളും ജില്ലയിൽ സംഭവിച്ചിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. എന്തായാലും ഈ ഒരു പണിമുടക്കുമായി അല്ലെങ്കിൽ ഈ ഒരു പണിമുടക്കുമായി ബന്ധപ്പെട്ട് തന്നെ നിരവധി തൊഴിലാളികളും അല്ലെങ്കിൽ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും ഇതുമായി സഹകരിച്ചു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ടാക്സി വാഹനങ്ങൾ രാവിലെ കുറച്ചു നേരമൊക്കെ നിരത്തിലിറങ്ങിയിരുന്നു. എന്നാൽ അത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവർ തിരിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അബദ്ധത്തിൽ ഏതെങ്കിലും വാഹനങ്ങൾ വന്നാൽ തന്നെ സമരാനുകൂലികൾ അതിനെ തെറ്റ് തിരുത്തി കൊടുക്കുമ്പോൾ അവർ തിരിച്ചു പോകുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തായാലും ഈ ഒരു പണിമുടക്ക് വിജയമായി എന്ന് തന്നെ നമുക്ക് പറയാം. ദേശീയ പണിമുടക്ക് ഇടുക്കിയിൽ പൂർണ്ണമാണ്. സ്വകാര്യ വാഹനങ്ങൾ ഒഴികെ മറ്റു വാഹനങ്ങളൊന്നും കാര്യമായി നിരത്തിലിറങ്ങിയിട്ടില്ല. ടൂറിസ്റ്റുകളുമായി പോകുന്ന വാഹനങ്ങൾ ജില്ലയിലൂടെ കടന്നു പോകുന്നുണ്ട്. എങ്കിലും ഇവയെ തടയുന്നതടക്കമുള്ള യാതൊരുവിധ അനിഷ്ട സംഭവങ്ങളും ജില്ലയിൽ ഒരിടത്തും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ജില്ലയിലെ പ്രധാന പട്ടണങ്ങളിലും ഗ്രാമീണ മേഖലകളിലുമെല്ലാം വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. ചുരുക്കം ചില ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾ മാത്രമാണ് തുറന്നു പ്രവർത്തിക്കുന്നത്. ജില്ലയിലെ പ്രധാന തൊഴിൽ മേഖലയായ തോട്ടം മേഖല പൂർണ്ണമായും സ്തംഭിച്ച ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രധാനമായും ഏലം തേയില തോട്ടങ്ങളിലേക്ക് ആയിരക്കണക്കിന് തൊഴിലാളികൾ ദിവസേന എന്നോണം തമിഴ്നാട്ടിൽ എത്തുന്നുണ്ട്. ഇന്ന് കാര്യമായി തൊഴിലാളി വാഹനങ്ങളൊന്നും ജില്ലയിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ തോട്ടം മേഖല പൂർണ്ണമായും സ്തംഭിച്ച ഒരു സാഹചര്യമുണ്ട്, അനിശ്ചിതമായ ഒരു സാഹചര്യമുണ്ട്. കേരളത്തിൽ ഇടുക്കി താമസിച്ച് ജോലി ചെയ്യുന്ന തോട്ടം തൊഴിലാളികളും ഇന്ന് ജോലിക്കായി ഇറങ്ങിയിട്ടില്ല. തോട്ടം മേഖല പൂർണ്ണമായും നിശ്ചലമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഒപ്പം വിനോദസഞ്ചാര മേഖലയെ കുറിച്ച് പറയേണ്ടതുണ്ട്. മൂന്നാർ അടക്കമുള്ള പ്രധാന വിനോദസഞ്ചാര മേഖലകളിലെല്ലാം വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മൂന്നാറിലും തേക്കടിയിലും രാമക്കൽമേടിലും മറയൂരിലും എല്ലാം വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞു കിടക്കുകയാണ്. വളരെ കുറച്ച് വ്യാപാര സ്ഥാപനങ്ങൾ മാത്രമാണ് തുറന്നു പ്രവർത്തിച്ചിട്ടുള്ളത്. എന്നാൽ വിനോദസഞ്ചാരികൾ ജില്ലയിലേക്ക് എത്തുന്നുണ്ട്. ഇവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും നിലവിൽ നേരിടേണ്ടി വന്നിട്ടില്ല. അടിയന്തര ആവശ്യങ്ങൾക്കായി ഭക്ഷണം കഴിക്കുന്നത് അടക്കമുള്ള ആവശ്യങ്ങൾക്കായി ഇവർക്ക് അല്പം സഞ്ചരിക്കേണ്ടി വരുന്നെങ്കിൽ പോലും വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ബുദ്ധിമുട്ടുകൾക്ക് ഇവർക്ക് നേരിട്ട് വന്നിരുന്നിട്ടില്ല. എന്തായാലും ജില്ലയിൽ ദേശീയ പണിമുടക്ക് പൂർണ്ണമാണെന്ന് തന്നെ പറയാം. ടൂറിസം മേഖലയെ ഇത് കാര്യമായി ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിട്ടില്ല. തോട്ടം മേഖല പൂർണ്ണമായും നിശ്ചലമാണ്. മറ്റ് തൊഴിലാളി മേഖലകളെല്ലാം പൂർണ്ണമായും നിശ്ചലമാണെന്ന് തന്നെ പറയാം. നിലവിൽ ഇതാണ് ഇടുക്കിയിലെ സാഹചര്യം. പ്രിൻസ് ജെയിംസ്, ന്യൂസ് 18 ഇടുക്കി. കോഴിക്കോട് പുതിയങ്ങാടി GM-UP സ്കൂളിൽ പണിമുടക്കിനെ തുടർന്ന് സംഘർഷം. സമരാനുകൂലികൾ തടഞ്ഞതിനെതിരെ അധ്യാപകർ ഗേറ്റിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. അധ്യാപകർക്ക് പിന്തുണയുമായി സംഘടിച്ച ലീഗ് പ്രവർത്തകരും ഹർത്താൽ അനുകൂലികളും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പോലീസ് ഇടപെട്ട് സ്കൂൾ പരിസരത്ത് നിന്ന് ആളുകളെ മാറ്റിയാണ് സംഘർഷം ഒഴിവാക്കിയത്. ഹർത്താലുമായി ബന്ധപ്പെട്ട് അനിഷ്ട സംഭവങ്ങളുണ്ടായ ഒരിടമാണ് GM-UP സ്കൂൾ പുതിയങ്ങാടിയിൽ. രാവിലെ തന്നെ പണിമുടക്കിനെ അവഗണിച്ച് ഏതാനും അധ്യാപകരും കുറച്ച് വിദ്യാർത്ഥികളും സ്കൂളിൽ എത്തുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇവർ സ്കൂളിലെത്താനായി ക്ലാസ്സിനുള്ളിലേക്ക് പ്രവേശിക്കാൻ അല്ലെങ്കിൽ സ്കൂളിനകത്ത് കടന്നപ്പോൾ തന്നെ സമരാനുകൂലികൾ സ്ഥലത്ത് സംഘടിച്ചെത്തുകയായിരുന്നു. അവർ ആ സ്കൂളിനെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കി. ഇതേ തുടർന്ന് ജോലിക്കായി എത്തിയ അധ്യാപകർ ഈ ഗേറ്റിൻ്റെ മുൻവശം കുത്തിയിരുന്ന് പ്രതിഷേധം നടത്തുകയായിരുന്നു. ഈ അധ്യാപകർ പ്രതിഷേധം തുടർന്നതോടുകൂടി ചില PTA ഭാരവാഹികളും രക്ഷകർത്താക്കളടക്കമുള്ളവരും ഈ അധ്യാപകർക്ക് പിന്തുണയുമായി സ്ഥലത്തെത്തുകയായിരുന്നു. തുടർന്നാണ് ഈ അധ്യാപകർക്ക് പിന്തുണയുമായി എത്തിയ രക്ഷകർത്താക്കളും ഈ സമരാനുകൂലികളായ ആളുകളും തമ്മിൽ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. വിദ്യാർത്ഥികൾക്കടക്കം ഈ സമരത്തിന് എതിരായി വന്നവരുടെ മർദ്ദനമേറ്റു എന്ന ആരോപണമുണ്ട്. എന്നാൽ അത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് വിശദീകരണം നൽകുന്നത്. സമരം പൊളിക്കാനായി ഹർത്താലിന് എതിരായി നിലപാടെടുക്കുന്നതിന് അല്ലെങ്കിൽ പണിമുടക്കിനെ എതിർക്കുന്നവരാണ് ജോലിക്ക് എത്തിയത് എന്ന് ഈ സമരാനുകൂലികൾ പറയുന്നു. ഈ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ദേശീയ പണിമുടക്കിൽ INTUC പ്രവർത്തിക്കാത്തത്. അത് മാസ്റ്റർ അധ്യാപക സംഘടന, കോൺഗ്രസിന്റെ അധ്യാപക സംഘടന ആയതുകൊണ്ട് മാത്രമാണ് ആ സമരം ഇവിടെ പൊളിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രം. അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രവർത്തനത്തിന് വന്നത്. കുട്ടികൾ വരാത്ത സ്കൂളിൽ എന്തിനാ അധ്യാപകർ വന്നതെന്നുള്ളതാണ് ഞങ്ങളെ ഇടതുപക്ഷ CITയുടെ ചോദ്യം. അതാണ്. അതേസമയം രാഷ്ട്രീയമായി ഒരു തരത്തിലുമുള്ള സമരങ്ങൾക്ക് അടച്ചിടുന്ന പതിവ് ഈ സ്കൂളിൽ ഇല്ല എന്നാണ് ഈ സമരാനുകൂലികളെ എതിർക്കുന്നവർ പറയുന്നത്. മറ്റ് ഒരു സമരങ്ങൾ നടന്നപ്പോഴും സ്കൂളിലെ അധ്യയനം തടസ്സപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായിട്ടില്ല. അതിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് സംഘർഷത്തിലേക്ക് കലാശിച്ചതെന്ന് ഈ സമരക്കാരെ എതിർക്കുന്നവരും വ്യക്തമാക്കുന്നു. നമ്മൾ ഈ സ്കൂളിലാണെങ്കിലോ പല പാർട്ടിക്കാരും സമരം നടത്താറുണ്ട്. ഈ സമരമൊന്നും ഇതിന് ബാധിക്കാറില്ല. ആ സ്കൂളിൻ്റെ ഇഷ്ടത്തിനാണ് പോക്ക്. വേണമെങ്കിൽ പൂട്ട, വേണമെങ്കിൽ തുറക്കാം. അതാരും മറ്റുള്ളവരാരും കെയർ ചെയ്യാറുമില്ല. അത് ഇവിടെ സമരക്കാർ വന്നിട്ട് ഇത് തുറന്നിട്ടുണ്ടോ, ഇവിടെ അധ്യാപകരുണ്ടോ, വിദ്യാർത്ഥികളുണ്ടോ, ഇതൊന്നും നോക്കാറില്ല. ഈ സമരം എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചതെന്നുള്ളത് എനിക്ക് പറയാൻ കഴിയില്ല. അതിൽ നമ്മൾ വല്ലാത്തൊരു ദുഃഖിതനാണ്. കാരണം സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം പേരുദോഷം വരാണ്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു PTA പ്രസിഡന്റ് എന്ന നിലക്ക് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്.
കോഴിക്കോട് നഗരത്തിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ്. വളരെ മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി ഉള്ള ഒരു സ്കൂൾ കൂടിയാണ് GM-UP സ്കൂൾ. ഹർത്താലിന് സമാനമായ രീതിയിൽ തന്നെയാണ് കോഴിക്കോട് ജില്ലയുടെ മറ്റ് ഇടങ്ങളിലും ഈ പകുതി സമയം പിന്നിടുമ്പോൾ ഇപ്പോൾ പണിമുടക്കുള്ളത്. KSRTCയും സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തുന്നില്ല. സ്വകാര്യ വാഹനങ്ങൾ പലയിടങ്ങളിലും നിരത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അപൂർവം ചിലയിടങ്ങളിൽ സ്വകാര്യ വാഹനങ്ങളെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. PD സതീശൻ നയിക്കുന്ന പ്രചാരണ ജാഥയ്ക്ക് കാര്യമായ തടസ്സം ഉണ്ടായിട്ടില്ല. ഈ പണിമുടക്കിൻ്റെ വിഷയങ്ങൾ കൂടി ഉന്നയിക്കുന്നത് കൊണ്ടാണ് ഇന്നും ജാഥ മാറ്റമില്ലാതെ നടത്തുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഡൽഹി അടക്കമുള്ള നഗരങ്ങളിൽ ജനജീവിതം സാധാരണ നിലയിലാണ്. വാഹനങ്ങൾ പതിവ് പോലെ റോഡിലിറങ്ങിയിട്ടുണ്ട്. എന്നാൽ ഗുരുഗ്രാം, ഫരീദാബാദ് തുടങ്ങിയ വ്യാവസായിക നഗരങ്ങളിൽ തൊഴിലാളികൾ പ്രതിഷേധിക്കുകയാണ്. കൊൽക്കത്തയിൽ കടകൾ അടഞ്ഞുകിടക്കുന്നുണ്ടെങ്കിലും വാഹനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട്. പഞ്ചാബിലെ പട്യാല അടക്കമുള്ള നഗരങ്ങളിൽ PRTC ബസ് സർവീസുകളെ പണിമുടക്ക് ബാധിച്ചിട്ടുണ്ട്. ഭുവനേശ്വർ, ചെന്നൈ, പറ്റ്ന അടക്കമുള്ള വിവിധ നഗരങ്ങളിൽ തൊഴിലാളികൾ പ്രകടനം നടത്തി. തിരുവനന്തപുരം മുൻ മേയർ ആര്യ രാജേന്ദ്രനുമായി KSRTC ബസ്സിലുണ്ടായ തർക്കത്തെ തുടർന്ന് ജോലി നഷ്ടമായ യദു കൃഷ്ണൻ ഉപജീവനത്തിനായി മറ്റൊരു മാർഗം കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ. ആദ്യം പ്രൈവറ്റ് ബസ്സിൽ ജോലി ചെയ്തിരുന്ന യദു ജോലിയിൽ തടസ്സം നേരിട്ടതോടെയാണ് ഓൺലൈൻ ഡെലിവറി കുപ്പായം അണിഞ്ഞിരിക്കുന്നത്. ദേശീയ പണിമുടക്ക് സജീവമായി തന്നെ സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്. തലസ്ഥാനത്ത് പക്ഷേ ഭാഗികമായി വാഹനങ്ങളൊക്കെ ഓടുന്നുണ്ട്. അതിനിടയിൽ ഒരു സ്വിഗ്ഗി തൊഴിലാളി എന്നോടൊപ്പം ചേരുന്നു. മറ്റാരുമല്ല, യദു. മലയാളികൾക്കൊക്കെ അറിയാം, തിരുവനന്തപുരം മേയറായിരുന്ന ആര്യ രാജേന്ദ്രനെ KSRTC ബസ്സിൽ വെച്ച് അസഭ്യം പറഞ്ഞു എന്നതിന്റെ പേരിൽ വിവാദങ്ങളിൽപ്പെട്ട യദുവാണ്. യദു എപ്പോഴത്തൊട്ടാണ് ഇങ്ങനെ ഈ സ്വിഗ്ഗി ഓടാൻ തുടങ്ങിയത്? ഏകദേശം ഒരു മാസമായി. ഇങ്ങനെ ഈ നേരത്തെ ഒരു ബസ്സിൽ തന്നെയല്ലായിരുന്നോ? ബസ്സിൽ കേസ് കിടക്കണുണ്ടായിരുന്നു. 21-ാം തീയതി കേസാണ്. അപ്പോൾ ബസ്സിൽ പോയി കഴിഞ്ഞാൽ ഇനി ഓരോ തവണയായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായോ? 2 തവണയൊക്കെ വണ്ടിയൊക്കെ വെഹിക്കിളൊക്കെ പിടിച്ചു. പിന്നെ അതല്ലാതെ വണ്ടി ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി. ഞാൻ സ്ഥിരമായിട്ട് ഓടുന്ന വണ്ടിയായപ്പോൾ. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ബസ് അങ്ങനെ വിട്ടിട്ടൊന്നുമില്ല. ബസ് ആണെങ്കിൽ ഫാഷനാണ്. ഇനി സ്വിഗ്ഗി ടാർഗറ്റ് ആകത്തില്ല. സ്വിഗ്ഗി ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ എടുത്തോണ്ട് ടാർഗറ്റ് ആവാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ എടുത്തോണ്ട് ഇനി ടാർഗറ്റ് ആവും. വേറെ ആരും അധികം നീരാളിപ്പിടുത്തം പോലെ നിങ്ങളെ ഇങ്ങനെ പിന്തുടരുകയാണോ ഈ പ്രശ്നം? അത് ഇപ്പം പിന്തുടരുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്കറിയത്തില്ല. ഞാനൊരു തെറ്റും ചെയ്യാതെയാണ് ഈ കേട്ടതും പ്രശ്നങ്ങളുണ്ടായതൊക്കെ. അപ്പൊ എങ്ങനെ മുമ്പോട്ട് പോകാനാണ്? കോടതിയിൽ നിൽക്കുകയല്ലേ കേസ്? ഇത് നല്ല ജോലിയല്ലേ? ഇത് 10,000-2,000 രൂപ നേരെ ഫുൾ ടൈം ഓടിക്കഴിഞ്ഞാൽ ബസ്സിനെ കാട്ടി ശമ്പളം കിട്ടുന്നുണ്ട്. ഏത് ജോലിയായാലും അത് ചെയ്യാനുള്ള മനസ്സ് മതി. ഇതല്ലെങ്കിൽ ഇത് പിടിക്കണമെങ്കിൽ ഞാൻ അടുത്ത ജോലി നോക്കും. നമ്മൾ തളരാൻ പാടില്ല. മുമ്പോട്ട് തുടരട്ടെ കേട്ടോ. ശരി. ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് മുൻകൂർ ജാമ്യം കിട്ടി. കർശന ഉപാധികളോടെയാണ് ഹൈക്കോടതി ജാമ്യം നൽകിയത്. തുടർച്ചയായ 3 ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാകണം. മൊബൈൽ ഫോൺ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാക്കണം. ലൈംഗിക ശേഷി പരിശോധനയ്ക്ക് വിധേയനാകണം. ഇവയാണ് വ്യവസ്ഥകൾ. മറ്റ് 2 കേസുകളിലും രാഹുൽ മാങ്കൂട്ടത്തിലിന് നേരത്തെ ജാമ്യം കിട്ടി. കർശന ഉപാധികളോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് 1-ാം ബലാത്സംഗ കേസിൽ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഈ ജാമ്യവ്യവസ്ഥകളിൽ പറയുന്നത് മൊബൈൽ ഫോൺ ഹാജരാക്കണം. അതോടൊപ്പം തന്നെ എല്ലാ ശനിയാഴ്ചയും രാഹുൽ മാങ്കൂട്ടം അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകുകയും രാഹുൽ മാങ്കൂട്ടം ചെയ്യണം. രാവിലെ 10-നും 11-നും ഇടയിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം. ഒപ്പം പാസ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന് സമർപ്പിക്കണം. അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം. ഇതിൽ 3 ദിവസം തുടർച്ചയായ 3 ദിവസം രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യാം എന്നതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. രാഹുലിനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ ജാമ്യം അനുവദിക്കുന്ന ഒരു വ്യവസ്ഥയായിട്ട് പ്രധാനമായും തന്നെ പറഞ്ഞിരിക്കുന്നത് 1 ലക്ഷം രൂപയുടെ ആൾ ജാമ്യത്തിൽ രാഹുലിനെ വിട്ടയക്കണം. രാഹുൽ ഈ ഒരു ചോദ്യം ചെയ്യൽ സമയത്ത് ലൈംഗിക പരിശോധനയ്ക്ക് വിധേയനാകണമെന്ന നിർദ്ദേശവും കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സാക്ഷികളെയോ
പരാതിക്കാരിയെ സ്വാധീനിക്കാനായിട്ട് ശ്രമിക്കരുത് എന്നത് തുടങ്ങിയ കർശനമായ നിർദ്ദേശങ്ങൾ ഉപാധികളോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ രാഹുൽ കോടതിയിൽ പറഞ്ഞിരുന്നത് തന്നെ അപകീർത്തിപ്പെടുത്തുവാനുള്ള ഗുരുതരമായ ഗൂഢാലോചനയാണ് ഈ കാര്യങ്ങളിൽ നടന്നിരിക്കുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾക്ക്, നിർബന്ധിത ഗർഭചിത്രമടക്കമുള്ള കാര്യങ്ങൾക്കും താൻ ഭീഷണിപ്പെടുത്തിയെന്നുള്ള വാദങ്ങൾക്കും യാതൊരു രീതിയിലുള്ള തെളിവില്ല എന്നതായിരുന്നു രാഹുൽ കോടതിയിൽ ഉന്നയിച്ചിരുന്നത്. തിരുവനന്തപുരം സെഷൻസ് കോടതി നേരത്തെ ഈ കേസിൽ ജാമ്യം നിഷേധിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ഹൈക്കോടതിയിലേക്ക് എത്തിയത്. തിരുവല്ല സ്പായിലെ കൂട്ടബലാത്സംഗം കൊട്ടേഷനാണെന്ന ഉടമയുടെ വാദം പോലീസ് തള്ളി. ഗുണ്ടാ പിരിവിനെ ചൊല്ലിയുള്ള തർക്കമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പിടിയിലായ പ്രതികളിൽ നിന്നുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ കണ്ടെത്തൽ നടത്തിയത്. അതേസമയം ബലാത്സംഗ കേസിലെ പ്രതികളെല്ലാം പോലീസിന്റെ പിടിയിലായിരുന്നു. തിരുവല്ല സ്പായിലെ കൂട്ടബലാത്സംഗ കേസ് പ്രധാനമായും പോലീസ് പറയുന്നത് അത് ഗുണ്ടാപിരിവുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഈ അതിക്രമണത്തിന് കാരണമെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. നിലവിൽ പിടിയിലായ പ്രതികളെ ചോദ്യം ചെയ്ത് നിന്നാണ് പോലീസ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. കാരണം ഇന്നലെ 2 പ്രതികൾ പോലീസിൽ കീഴടങ്ങിയിരുന്നു. തിരുവല്ല പോലീസിലാണ് കിരണും അതുപോലെ തന്നെ സജിനും, ഈ 2 പ്രതികളാണ് ഒളിവിൽ പോയിരുന്നത്. ഈ 2 പ്രതികളും ഇന്നലെ തിരുവല്ല പോലീസ് സ്റ്റേഷനിലാണ് കീഴടങ്ങിയത്. ഇതോടെ ഈ കേസിലെ എല്ലാ പ്രതികളും പിടിയിലായിട്ടുണ്ട്. ഒരു പ്രതി കൂടി ഇനി ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ഗുണ്ടാപിരിവുമായി ബന്ധപ്പെട്ട് സ്പായിലെത്തുകയും ആ പിരിവ് നൽകാത്തതിൻ്റെ പേരിലാണ് പിന്നീട് ഈ അതിക്രമം ഉണ്ടായത്, അതായത് കൂട്ടബലാത്സംഗം ഉണ്ടായെന്നാണ് പോലീസ് ഈ പ്രതികളിൽ നിന്നുള്ള മൊഴികളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കുന്നത്. അതേസമയം സ്ഥാപന ഉടമ വ്യക്തമാക്കിയത് ഇത് കൊട്ടേഷനാണെന്നുള്ളതാണ്. കൊട്ടേഷൻ മറ്റ് സ്പായിൽ നിന്നുള്ള ആളുകൾ കൊട്ടേഷൻ കൊടുത്താണ് ഈ സ്ഥാപനം തകർക്കുന്നതിന് വേണ്ടി കൊട്ടേഷൻ കൊടുത്ത എന്നുള്ള രീതിയിലാണ് ഈ സ്പായുടെ ഉടമ, ഈ അതിക്രമം നടന്ന സ്പായുടെ ഉടമ വ്യക്തമാക്കുന്നത്. എന്തായാലും പോലീസ് അത് പൂർണ്ണമായി തള്ളുന്നു. ഈ പ്രതികളെ എല്ലാം പിടികൂടിയ പശ്ചാത്തലത്തിൽ അവരിൽ നിന്ന് കിട്ടിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഗുണ്ടാപിരിവ് സംബന്ധിച്ചുള്ള തർക്കമാണ്. 50,000 രൂപ ആവശ്യപ്പെട്ടാണ് പ്രതികൾ അവിടെ ചെല്ലുന്നത്. 1-ാം തീയതി ചെല്ലുന്നു. അവിടെ ചെന്ന് ഈ തർക്കമുണ്ടാകുന്നു. പിന്നീടാണ് ജീവനക്കാരിയെ ഈ കൂട്ടബലാത്സംഗവും അതിക്രമവും നടത്തുന്ന കാര്യങ്ങളിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഗുണ്ടാപിരിവുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഈ കൂട്ടബലാത്സംഗത്തിന് കാരണമെന്നാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന മൊഴി. അതേസമയം നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ഗുണ്ടകൾ പലരും ഈ തിരുവല്ലയിലെ പല സ്ഥാപനങ്ങളിലും എത്തി ദിവസങ്ങളോളം ഈ ഗുണ്ടാപിരിവ് നടത്തിയിട്ടുണ്ട് എന്നുള്ള പരാതി കൂടി പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗുണ്ടാപിരിവ് തന്നെയാണ് ഇതിന് കാരണമെന്ന് വ്യക്തമാക്കുന്നത്. നിലവിൽ ഈ ജീവനക്കാരിയുടെ മൊഴിയും അത്തരത്തിൽ തന്നെയാണ്. ജീവനക്കാരുടെ മൊഴിയും അത്തരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കൊട്ടേഷൻ എന്നുള്ള ആരോപണം കൊട്ടേഷനാണ് എന്നുള്ള ഉടമയുടെ വാദം പോലീസ് തള്ളുകയാണ്. പ്രതികളെ എല്ലാം പിടികൂടിയിട്ടുണ്ട്. നിലവിൽ 6 പ്രതികളാണ് നിലവിലുള്ളത്. ഒരു പ്രതി കൂടി ഉണ്ടെന്ന് പറയുന്നു. അത് കൃത്യമല്ല, പക്ഷേ അത് പോലീസിൻ്റെ ചില സൂചനയാണ്. ഈ പ്രതികൾ നൽകിയ ചില മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഒരാളെ കൂടി ഇനി കണ്ടെത്താനുണ്ട് എന്ന കാര്യം വ്യക്തമാക്കുന്നത്. എന്തായാലും തിരുവല്ലയിലെ സ്പായിലെ കൂട്ടബലാത്സംഗം അത് ഗുണ്ടാപിരിവുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഉണ്ടായതാണെന്നാണ് പോലീസിൻ്റെ വിലയിരുത്തൽ. നിലവിൽ പോലീസിലെ ചില ആളുകൾക്ക് ഈ സ്പായുമായി ചില ബന്ധങ്ങളുണ്ട് എന്നുള്ള മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ കൂടി പുറത്തു വന്നിരുന്നു. അതിനെക്കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും വിശദമായൊരു അന്വേഷണം വരും ദിവസങ്ങളുണ്ടാവും. നിലവിലത്തെ സാഹചര്യത്തിൽ 1-ാം തീയതി നടന്ന തിരുവല്ലയിലെ കൂട്ടബലാത്സംഗത്തിലെ എല്ലാ പ്രതികളും പിടിയിലായ പശ്ചാത്തലത്തിൽ ഈ സ്പായിലെ കൂട്ടബലാത്സംഗം എന്ന് പറയുന്നത് ഗുണ്ടാപിരിവുമായുള്ള തർക്കമാണെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക സംഘം ഇന്ന് സന്നിധാനത്തെത്തും. സ്വർണ്ണപ്പാളികളുടെ സാമ്പിൾ ശേഖരിക്കാനാണ് SIT എത്തുന്നത്. സ്വർണ്ണക്കൊള്ള കേസിലെ കുറ്റപത്രം തയ്യാറാക്കുന്നതിൽ നിർണായകമാണ് ഈ പരിശോധന. കൂടുതൽ വിവരങ്ങളുമായി ശശി നാരായണൻ ചേരുകയാണ്. ശശി, ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടിയാണല്ലോ ഇപ്പോൾ വീണ്ടും സ്വർണ്ണ സാമ്പിളുകൾ ശേഖരിക്കാൻ പോകുന്നത്. ആദ്യ പരിശോധനയിൽ തുടർന്ന് നടത്തിയ ഫോറൻസിക് പരിശോധനയിലും ഇതിന്റെ വ്യാപ്തി കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ കുംഭമാസ പൂജകൾക്കായി നട തുറക്കാൻ പോകുന്ന സമയമാണ്. എപ്പോഴായിരിക്കും ഈ പരിശോധനകൾ നടക്കുക? മഞ്ജുഷ, ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് SITയുടെ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ സന്നിധാനത്തെത്തിയിരിക്കുന്നു. ഒരു 11 മണിയോടുകൂടിയാണ് പമ്പയിലെത്തിയത്. അവിടെ നിന്ന് പിന്നീടാണ് സന്നിധാനത്തെത്തിയിട്ടുള്ളത്. എന്തുകൊണ്ട് പരിശോധന അല്പസമയത്തിനകം വെച്ചുണ്ടാകുമെന്നുള്ളത്, അത് നട അടച്ചതിന് ശേഷമായിരിക്കും സംബന്ധിച്ചുള്ള പരിശോധന ഉണ്ടാവുക. ഒരു ആലോചനയ്ക്ക് ശേഷം കൂടിയാലോചനയും ഒപ്പം ചില കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഈ സ്വർണത്തിന്റെ ഒരു രാസപരിശോധന അടക്കമുള്ള കാര്യങ്ങൾ, ശാസ്ത്രീയമായ ഒരു പരിശോധനയാണ് ആ സംഘം ലക്ഷ്യമിടുന്നത്. 2 തവണ നേരത്തെ സ്വർണത്തിന്റെ സാമ്പിൾ ശബരിമലയിൽ ശേഖരിച്ചിരുന്നു. പക്ഷേ അത് മതിയായ
ഒരു മതിയായ രീതിയിലല്ലായിരുന്നു എന്നുള്ളതാണ് വിലയിരുത്താൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധന ആവശ്യമാണ്. കാരണം കുറ്റപത്രം സമർപ്പിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കി നിൽക്കുന്നു. കാരണം നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ കണ്ടെത്താനുള്ള ആ കുറവ് എന്താണെന്നുള്ള കണ്ടെത്താനുള്ള ഇതുവരെ കഴിഞ്ഞിട്ട് അത് കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് കണ്ടെത്തിയെങ്കിൽ മാത്രമേ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയുള്ളൂ. അതൊരു പ്രധാന ഘടകമാണ്. അതുകൊണ്ട് തന്നെ ഈ സ്വർണം എന്ത് ചെയ്തു എന്നുള്ള കാര്യമാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ SIT സംഘം ഇന്ന് സന്നിധാനത്തുടരും. ഇന്നും നാളെയും മറ്റന്നാളും 3 ദിവസമാണ് സന്നിധാനത്തുണ്ടാകുക. ഉച്ചയ്ക്ക് ശേഷം, അതായത് നട അടച്ചതിന് ശേഷമുള്ള സമയങ്ങളിലായിരിക്കും ദ്വാരപാലകൾ, ശിവലിംഗടി, അതുപോലെ തന്നെ കട്ടളപ്പാടി, ശ്രീകോവിൽ അടക്കമുള്ള ഭാഗങ്ങളിലെ സ്വർണം സാമ്പിൾ ശേഖരിച്ച് പരിശോധന നടത്തുക. അത് ഒന്നുകിൽ ഹൈദരാബാദിലോ അല്ലെങ്കിൽ മുംബൈയിലോ കൊണ്ടുപോയിരിക്കും ഇതിന്റെ പരിശോധന നടത്തി കൃത്യമായൊരു സ്വർണത്തിന്റെ അളവ് കൃത്യമായി പരിശോധിക്കുക എന്നുള്ള കാര്യം ഉള്ളത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ നഷ്ടപ്പെട്ട സ്വർണം കണ്ടെത്തുക, അതിന്റെ കൃത്യമായ രേഖകൾ ഉണ്ടാകുക എന്ന് പറയുന്നതാണ് കേസിനെ സംബന്ധിച്ച് നിർണായകമാണ്. അത് കണ്ടെത്താൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ കേസ് നിലനിൽക്കില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് ഒരുപക്ഷെ പോകും. പ്രതികളെല്ലാം രക്ഷപ്പെടാൻ സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത് കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ടാണ് കൃത്യമായ ഒരു പരിശോധന, അതായത് കൃത്യമായ ഒരു പരിശോധന, ശാസ്ത്രീയമായ ഒരു പരിശോധന തന്നെ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. നട അടച്ചതിന് ശേഷമായിരിക്കും ഇത്. നട തുറന്നതിന് ശേഷം നാളെ ഉച്ചയ്ക്ക് ശേഷം ഉള്ള ഇടവേളകളിലായിരിക്കും ഈ സാമ്പിൾ പരിശോധന ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്ത് വീണ്ടും എത്തിയിരിക്കുകയാണ്. സ്വർണ്ണപ്പാളികളുടെ സാമ്പിൾ വീണ്ടും ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് സംഘം എത്തിയിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജുവിനും ജാമ്യം കിട്ടി. കട്ടളപ്പാളി കേസിലാണ് ജാമ്യം. ദ്വാരപാലക കേസിൽ റിമാൻഡിൽ കഴിയുന്നതിനാൽ ബൈജുവിന് പുറത്തിറങ്ങാൻ കഴിയില്ല. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യം നൽകിയത്. അതേസമയം ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിനെ വീണ്ടും റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്കാണ് വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തത്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ കോടതിയിൽ നേരിട്ട് ഹാജരാക്കിയിരുന്നില്ല. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റ് അംഗത്വം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് BJPയുടെ നോട്ടീസ്. വസ്തുതാവിരുദ്ധമായ വിവരങ്ങൾ പാർലമെന്റിൽ ഉന്നയിച്ചു എന്നാരോപിച്ചാണ് BJP MP നിഷികാന്ത് ദുബെ നോട്ടീസ് നൽകിയത്. സഭയെ തെറ്റിദ്ധരിപ്പിച്ചാൽ നൽകുന്ന അവകാശ ലംഘന നോട്ടീസ് രാഹുൽ ഗാന്ധിക്കെതിരെ നൽകിയിട്ടുമില്ല. രാഹുൽ ഗാന്ധിയെ ജീവിതകാലം മുഴുവൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വിലക്കണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ടെന്നും നിഷികാന്ത് ദുബെ പറഞ്ഞു. രാജ്യത്തെ കർഷകരെ തന്നെ തകർക്കുന്ന കരാറിൽ ഏർപ്പെട്ട അവർ എന്തു വേണമെങ്കിലും ചെയ്തോട്ടെ എന്നായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ഈ വിഷയത്തിലെ പ്രതികരണം. ये कर रहे हैं, एकदम गलत कर रहे हैं, किसानों के साथ पूरी तरह से विश्वासघात है। उन्होंने जिस तरह की ये ट्रेड डील साइन की है, इससे किसानों का बहुत नुकसान होने जा रहा है। किसान समझ रहे हैं। आज सारे लेबर यूनियन भी स्ट्राइक पे हैं। हम पूरी तरह से उन्हें सपोर्ट कर रहे हैं, क्योंकि इनका जो लेबर कोड है उससे लेबर का नुकसान होगा। तो मतलब ये देश के लिए काम कर रहे हैं। क्या क्या करेंगे, प्रिविलेज नोटिस, FIR, तमाम केस, ये सब क्या क्या करेंगे, करने दीजिए। राहुल जी को फर्क नहीं पड़ता। പൈലറ്റുമാരിൽ ഒരാൾ മനഃപൂർവ്വം എഞ്ചിൻ ഓഫാക്കിയതാണ് അഹമ്മദാബാദ് വിമാനാപകടത്തിന് കാരണമെന്ന് ഇറ്റാലിയൻ പത്രത്തിന്റെ വെളിപ്പെടുത്തൽ. കോക്പിറ്റ് വോയിസ് റെക്കോർഡുകളുടെ അടിസ്ഥാനത്തിലാണ് ഇതെന്നും ഇറ്റാലിയൻ പത്രമായ കോറിയ ഡെല്ലെ റിപ്പോർട്ട് ചെയ്യുന്നു. അപകടത്തിൽ കൊല്ലപ്പെട്ട പൈലറ്റ് സുമിത് സബർവാളാണ് എഞ്ചിൻ ഓഫ് ചെയ്തത്. അപകടത്തിന് തൊട്ടു മുൻപ് സുമിത് തുടർച്ചയായി എഞ്ചിൻ ഓഫാക്കിയിരുന്നു. ആദ്യം ക്യാപ്റ്റൻ ഇരുന്ന വശത്തെ ഇടത് എഞ്ചിനും പിന്നീട് വലത് എഞ്ചിനും ഓഫാക്കുകയായിരുന്നു. പത്രത്തിൽ ഇക്കാര്യങ്ങളും പറയുന്നുണ്ട്. എഞ്ചിൻ എന്തിനാണ് ഓഫ് ചെയ്തതെന്ന് സഹ പൈലറ്റ് ചോദിക്കുന്ന വോയിസ് റെക്കോർഡ് നേരത്തെ പുറത്തു വന്നിരുന്നു. അപകടത്തിന് പിന്നാലെ സുമിത്തിനെതിരെ സമാന സംശയം ഉയർന്നെങ്കിലും അപകടം പൈലറ്റിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണ് ഇതെന്ന് ആരോപിച്ച് ഇന്ത്യൻ പൈലറ്റ് അസോസിയേഷനും സുമിത്തിന്റെ കുടുംബവും രംഗത്ത് വന്നിരുന്നു. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയി ജീവനൊടുക്കിയ സംഭവത്തിൽ ആദായനികുതി വകുപ്പ് സമ്മർദ്ദം ചെലുത്തിയതിന് തെളിവില്ലെന്ന് SITയുടെ കണ്ടെത്തൽ. റോയിയെ സമ്മർദ്ദത്തിലാക്കിയതിനും തെളിവില്ല. റോയി ജീവനൊടുക്കിയ ദിവസം ചോദ്യം ചെയ്തിരുന്നില്ല. അതേസമയം റോയിയുടെ സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത തേടുകയാണ് പോലീസ്. ബിസിനസ് രംഗത്തെ കടുത്ത മാനസിക സമ്മർദ്ദമാണ് റോയിയെ ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ഇതിന്റെ ഭാഗമായി കൊച്ചിയിലെ റോയിയുടെ 3 അടുത്ത സുഹൃത്തുക്കളുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം അന്തിമ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. തിരുവനന്തപുരം മേയറും സംഘവും ഇന്ന് പ്രധാനമന്ത്രിയെ കാണും. വൈകിട്ട് 4 മുതൽ 6 വരെയാണ് കൂടിക്കാഴ്ച. JP നദ്ദയെയും സംഘം കാണും. കൗൺസിലർമാരുടെ സംഘം ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നാളെ സംഘം രാഷ്ട്രപതി ഭവൻ സന്ദർശിക്കും. ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയെയും മറ്റ് ദേശീയ നേതാക്കളെയും കാണും. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ജയിച്ച 115 ജനപ്രതിനിധികളാണ് സംഘത്തിലുള്ളത്.
പുതുയുഗയാത്രയ്ക്കിടെ കോഴിക്കോട് കുറ്റ്യാടിയിലെ വേദിയിലുണ്ടായ പിടിവലിയിൽ ന്യായീകരണവുമായി കോൺഗ്രസ്. മാധ്യമങ്ങളെ പഴിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇല്ലാത്ത സംഭവം മാധ്യമങ്ങൾ ഊതിവീർപ്പിക്കുന്നുവെന്ന് വിമർശിച്ചു. എന്നാൽ സ്നേഹത്തള്ളലെന്നായിരുന്നു കോഴിക്കോട് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാറിന്റെ വിശദീകരണം. ഷാഫിയുടെ പെരുമാറ്റത്തിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്. UDF പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശമായി മാറിയ യാത്രയുടെ ശോഭ കെടുത്തുന്നതിനുള്ള നീക്കങ്ങളാണ് മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്ന് വി ഡി സതീശൻ കുറ്റപ്പെടുത്തുന്നു. ഷാഫി പറമ്പിൽ തന്നെ വിളിക്കാൻ പറയുകയായിരുന്നു. കാരണം നിലവിൽ തന്നെ വലിയ വൈകിയാണ് താൻ കുറ്റ്യാടിയിലെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയത്. വലിയ ജനക്കൂട്ടവും അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പ്രസംഗിക്കാൻ വിളിച്ചപ്പോൾ പ്രമോദിൽ കക്കട്ടിൽ അടക്കമുള്ള ആളുകൾ ഷാഫിയോട് പ്രസംഗിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഇതിന് സ്നേഹപൂർവ്വമായ ഒരു ശാസന എന്ന രീതിയിലാണ് ഷാഫി പറമ്പിൽ അവരെ അവിടെ നിന്നും മാറ്റിയത്. മറിച്ചുള്ള പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലുള്ള മുതിർന്ന നേതാവ് വീണു എന്ന തരത്തിലുള്ള പ്രചാരണം അങ്ങേയറ്റം തെറ്റിദ്ധാരണാജനകമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഒരുപാട് ആളുകൾ കാരണം നമുക്ക് പല സ്ഥലത്തും ഉദ്ദേശിച്ച സമയത്ത് തീർന്നു പോകാൻ പറ്റില്ല. അപ്പോൾ കുറ്റ്യാടിയിൽ എത്തിയപ്പോഴേക്കും എല്ലാവരും ഇത് ചെയ്തു. അപ്പോൾ ഷാഫി പറമ്പിൽ പറഞ്ഞു, നിർബന്ധമായിട്ട് പറഞ്ഞു, പ്രതിപക്ഷ നേതാവിനെ വിളിച്ചാൽ മതി, ഞാൻ സംസാരിക്കുന്നത് വേഗം തീർത്തെന്ന് പറഞ്ഞു. അപ്പോൾ പ്രമോദ് പറഞ്ഞു, ഇല്ല ഷാഫി സംസാരിച്ചേ പറ്റുള്ളത് പറഞ്ഞു. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് പ്രമോദിനെ പിടിച്ചു മാറ്റിയ ഒരു പ്രധാനപ്പെട്ട മാധ്യമം ഒരു വാർത്തയും കൂടി കൊടുത്തു. എന്നാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വീണുപോയത്. എന്തിനാണ് പച്ചക്കള്ളം പറയുന്നത്? നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോകും. മുല്ലപ്പള്ളി രാമചന്ദ്രൻ എഴുന്നേറ്റ് ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം സീറ്റിലേക്ക് ഇരുന്നു. കുറ്റ്യാടിയിലുണ്ടായ സംഭവങ്ങൾ സ്നേഹത്തള്ളൽ എന്നാണ് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പറഞ്ഞത്. അവിടെ പ്രസംഗവുമായി ബന്ധപ്പെട്ട യാതൊരു തർക്കവും ഉണ്ടായില്ല. വി ഡി സതീശനെ ക്ഷണിക്കാൻ ആവശ്യപ്പെട്ടത് ഷാഫി പറമ്പിലാണ്. എന്നാൽ ഷാഫി പറമ്പിൽ പ്രസംഗിക്കണമെന്ന് ചില പ്രവർത്തകർ ആവശ്യപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ടുണ്ടായ കാര്യങ്ങൾ മാത്രമാണ് ഉണ്ടായത്. പുറത്ത് നടക്കുന്ന അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചാരണങ്ങൾ പൂർണ്ണമായും തെറ്റാണെന്നും അദ്ദേഹം പറയുന്നു. വടകര MP തന്നെയല്ലേ പറഞ്ഞത് പാറക്കൽ രാഘവട്ടെയും വിളിക്കാൻ? എന്നറിയോ വിവരം? വടകര MP തന്നെയല്ലേ പറഞ്ഞത്? ഷാഫി തന്നെയല്ലേ പറഞ്ഞത്? രാഘവട്ടെയും നേരം വൈകി പാറക്കലും രാഘവട്ടുമാ സംസാരിക്കുന്നത് ഷാഫിയല്ലേ പറയണത്? ഞാൻ എന്നോടല്ലേ പറയണത്? ഒരു നീരസം ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾ വീണ്ടും പ്രവർത്തകർ ഷാഫി വിളിക്കണമെന്ന് പറഞ്ഞപ്പോൾ വിളിക്കുന്നു പറഞ്ഞ അങ്ങോട്ടൊരു സ്നേഹത്തള്ളൽ നടത്തിയതാ. ആ സ്നേഹത്തള്ളൽ പോലും മുന്നും തള്ളൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ആരും വീണിട്ടില്ല. ഇന്നലെയാണ് കുറ്റ്യാടിൽ UDF യാത്ര വി ഡി സതീശൻ്റെ യാത്രയുമായി ബന്ധപ്പെട്ടുണ്ടായ ചടങ്ങിൽ ഷാഫി പറമ്പിൽ MP-യെ പ്രസംഗിക്കാൻ ക്ഷണിച്ചില്ല എന്ന് ആരോപിച്ചു പ്രമോദ് കക്കട്ടിൽ എന്ന DC സെക്രട്ടറിയോട് കയർക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. വലിയ വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം ഉയർന്നിരുന്നു. ഏറെ നേരം ഇതുമായി ബന്ധപ്പെട്ടൊരു ആശയക്കുഴപ്പം അവിടെ ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ പിന്നീട് കുറ്റ്യാടിക്ക് ശേഷം നടന്ന ഇടങ്ങളിൽ കൃത്യമായി തന്നെ വേദിയിലെ ഒരു നേതാക്കളുടെ ബാഹുല്യം പരിമിതപ്പെടുത്തിയാണ് പരിപാടികൾ നടന്നത്. ഒപ്പം എല്ലാ വേദിയിലും ഷാഫി പറമ്പിലിന് കൃത്യമായി സംസാരിക്കാനുള്ള അവസരം നൽകുകയും ചെയ്തു. ഭരണത്തുടർച്ച വിവാദത്തിൽ ഇനി പ്രതികരണത്തിനില്ലെന്ന് കെ സച്ചിദാനന്ദൻ. ഇടതുപക്ഷത്തിരുന്നാണ് ഇടതുപക്ഷത്തിനെതിരെ വിമർശനം നടത്തിയത്. താൻ കോൺഗ്രസിനെതിരെ നടത്തിയ വിമർശനങ്ങൾ കാണാതെയാണ് ചിലർ തനിക്കെതിരെ വിമർശനം ഉന്നയിച്ചതെന്നും FB പോസ്റ്റിൽ സച്ചിദാനന്ദൻ പറയുന്നു. കോൺഗ്രസിലേക്ക് പോകുന്നു എന്ന വാർത്ത തള്ളി പാലക്കാട് മുൻ നഗരസഭാ ചെയർപേഴ്സണും BJP നേതാവുമായ പ്രമീള ശശിധരൻ. കോടികൾ നൽകിയാലും താൻ പാർട്ടി മാറില്ലെന്ന് പ്രമീള പറയുന്നു. അങ്ങനെ ശ്രമം നടന്നിട്ടേ ഇല്ല. ഇന്ന് വരെ നടന്നില്ല. ഇന്ന് ഇത്ര നേരം വരെ നടത്തിയിട്ടില്ല അങ്ങനെ ഒരു ശ്രമം. അത്തരത്തിലുള്ള ശ്രമം നടന്നു എന്നുള്ളതാണ് അവർ ഉറപ്പിച്ച് പറയുന്നത്. അവര് പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ടാവും. അത് ആരൊക്കെയായിട്ട് നടത്തിയിട്ടുണ്ടാവും. എന്നായിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. പാർട്ടിയായിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഞാൻ അങ്ങനെ പോവാൻ തയ്യാറുമല്ല. ഞാൻ ഇത്രയും കാലമായിട്ട് 25 വർഷമായിട്ട് BJPയുടെ ഒരു താമര ചിഹ്നത്തിൽ ജയിച്ച വ്യക്തിയാണ്. ഞാൻ ഒരു കാരണവശാലും ഒരു പാർട്ടിയിലും പോവില്ല. അതിന് കോടികൾ തരാ പറഞ്ഞാലും ഞാൻ പോവില്ല എന്നുള്ളത് പറയുന്നു. എൻ്റെ ഒരു പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാനൊരു പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രസ്ഥാനത്തിൽ മാത്രം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ വാക്കുകൾ പറയുന്നത്. ആലപ്പുഴ പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ കൊലപാതക പരമ്പരയിൽ ആഴത്തിലുള്ള പരിശോധനകൾക്ക് നീക്കം. ഐഷ വധക്കേസ് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന് നൽകണമെന്നാവശ്യപ്പെട്ട് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഐഷ കേസും ക്രൈംബ്രാഞ്ച് ഉടൻ ഏറ്റെടുത്തേക്കും. നിലവിൽ ചേർത്തല പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്.
സെബാസ്റ്റ്യൻ കൊലപാതക പരമ്പരകളുമായി ബന്ധപ്പെട്ട് കൂടുതൽ സമഗ്രമായ അന്വേഷണത്തിലേക്ക് പോകാനാണ് ഇപ്പോൾ പോലീസ് ആലോചിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 3 കേസുകളാണ്, കൊലപാതക കേസുകളായി ഇപ്പോൾ അന്വേഷിച്ചു വരുന്നത്. ജൈനമ്മ തിരോധാനം, ഒപ്പം ജൈനമ്മയുടെ കൊലപാതകം, ഒപ്പം ബിന്ദു പത്മനാഭൻ, ആയിഷ തിരോധാന കേസുകൾ. ഇതിൽ 2 എണ്ണം ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള സ്ത്രീകളാണ്. അതിൽ ഒന്ന് ബിന്ദു പത്മനാഭൻ കേസ് അന്വേഷിക്കുന്നത് ആലപ്പുഴ ക്രൈംബ്രാഞ്ചാണ്. ആലപ്പുഴയിലെ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് ടീമാണ് അന്വേഷിക്കുന്നത്. ഒപ്പം തന്നെ ആയിഷ കേസ് ചേർത്തല പോലീസാണ് അന്വേഷിച്ചു വരുന്നത്. ഈ ചേർത്തല പോലീസ് അന്വേഷിക്കുന്ന ആയിഷ കേസ് കൂടി ക്രൈംബ്രാഞ്ചിന് വിടണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം DNA പരിശോധനാ സാമ്പിളുകളുടെ ഫലം അടക്കം നെഗറ്റീവായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലോക്കൽ പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നതിനേക്കാൾ കൂടുതൽ സമഗ്രമായി ഈ നിലവിലെ കേസുകൾ അന്വേഷിച്ചു വരുന്ന സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് ടീമിന് ഇത് അന്വേഷിക്കാനാകും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് അദ്ദേഹം ഉൾപ്പെടെ പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച്, കാരണം ഈ സെബാസ്റ്റ്യന്റെ ഈ കേസുകളിലെല്ലാം തന്നെ അയാൾ ഈ സ്ത്രീകളെ വകവരുത്തിയിട്ടുണ്ട് എന്ന് അയാൾ സ്ഥിരീകരിക്കുന്നെങ്കിലും കാലപ്പഴക്കം ഈ കേസുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മറ്റ് കേസുകളിലേക്ക് ഇയാളെ കിട്ടുന്ന സാഹചര്യത്തിൽ വീണ്ടും സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന് ആയിഷ കേസ് കൂടി വരുമ്പോൾ ആയിഷ കേസിൽ കൂടി ഇയാളെ കസ്റ്റഡിയിൽ എടുക്കാനായി അന്വേഷണ സംഘത്തിന് കഴിയും. അങ്ങനെയാണെങ്കിൽ കൂടുതൽ വിവരങ്ങൾ സെബാസ്റ്റ്യനിൽ നിന്ന് തേടാനാകും എന്നുള്ളതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരു ഘട്ടത്തിനപ്പുറത്തേക്ക്, അതായത് ഈ സ്ത്രീകളെ കൊലപ്പെടുത്തിയെന്ന് ആയിഷയെയും ബിന്ദു പത്മനാഭനെയും കൊലപ്പെടുത്തിയെന്ന് സെബാസ്റ്റ്യൻ സമ്മതിക്കുമ്പോഴും അതെങ്ങനെ ചെയ്തു, എപ്പോൾ ചെയ്തു എന്നതിനെ സംബന്ധിച്ച് അയാൾ ഇതുവരെ മനസ്സ് തുറക്കാനായി അന്വേഷണ സംഘത്തോട് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ശാസ്ത്രീയമായി ഹിപ്നോട്ടിസം അടക്കമുള്ള ടെസ്റ്റുകൾ നടത്തി ഇയാളിൽ നിന്ന് വിവരങ്ങൾ തേടാൻ ശ്രമിച്ചപ്പോഴും അതൊക്കെ പരാജയപ്പെടുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും ഈ കേസിൽ ഇപ്പോൾ ബിന്ദു പത്മനാഭൻ കേസിലും ജൈനമ്മ തിരോധാന കേസിലും ഇപ്പോൾ അന്വേഷണ സംഘം കുറ്റപത്രം നൽകി കഴിഞ്ഞു. ആയിഷ തിരോധാന കേസിൽ കൂടി, ആയിഷയുടെ കൊലപാതക കേസിൽ കൂടി ഇനി അത്തരത്തിൽ കുറ്റപത്രം നൽകേണ്ടതായുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു കുറ്റപത്രം ഫ്രെയിം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ അത് ക്രൈംബ്രാഞ്ച് കുറച്ചുകൂടി ആഴത്തിൽ ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ കൂടി അവർ പങ്കുവെക്കുന്നുണ്ട്. മാത്രമല്ല ഇയാളുമായി ബന്ധപ്പെട്ടുള്ള ഈ കൊലപാതക കേസുകൾ കോട്ടയം, ആലപ്പുഴ ജില്ലയിലെ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് ടീമുകൾ ഒരു കോർഡിനേഷനിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടി ഈ കേസിൽ ക്രൈംബ്രാഞ്ചിൻ്റെ ആയിഷ കേസ് കൂടി ക്രൈംബ്രാഞ്ചിൻ്റെ കയ്യിലേക്ക് വരുമ്പോൾ അവർക്ക് ഗുണം ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് സെബാസ്റ്റ്യനെ എന്തായാലും അത്തരം അനുകൂലമായ ഒരു ഉത്തരവ് തന്നെ സംസ്ഥാന പോലീസ് മേധാവിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ വീണ്ടും ആയിഷ കേസിൽ കൂടി സമഗ്രമായ ഒരു അന്വേഷണം സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. ഈ സ്ത്രീകൾ എങ്ങനെ കൊല്ലപ്പെട്ടു എന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തത കൂടി ഈ അന്വേഷണത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ആയിഷയും ജൈനമ്മയും ഒപ്പം തന്നെ ബിന്ദു പത്മനാഭനും കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോഴും തിരുവല്ലയിൽ നിന്ന് കാണാതായ സിന്ധു എന്ന സ്ത്രീ, ഏറ്റുമാനൂരിൽ നിന്ന് കാണാതായ ഏലിയാമ്മ എന്ന സ്ത്രീ, ഇവരൊക്കെ എവിടെ എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇതുവരെ നമ്മുടെ അന്വേഷണ സംഘങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി അത്തരം മിസ്സിങ്ങുകളിലേക്ക് കൂടി ഈ പറഞ്ഞ ഇടങ്ങളിലൊക്കെ തന്നെ സെബാസ്റ്റ്യന്റെ സാന്നിധ്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഏറ്റുമാനൂരിൽ കൂത്താട്ടുകുളം സ്വദേശിയായ ഏലിയാമ്മയുടെ കേസുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള സാന്നിധ്യം നമ്മൾ തന്നെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ആളുകൾ സെബാസ്റ്റ്യനെ തിരിച്ചറിയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ ഈ സ്ത്രീകൾ കൂടി എവിടെയെന്നുള്ള ചോദ്യമൊക്കെ ഈ സമൂഹത്തിൽ അവശേഷിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ സമഗ്രമായ ഒരു പരിശോധനയിലേക്ക് നീങ്ങത്തക്ക രീതിയിൽ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന് ഈ കേസ് കൂടി വിടണമെന്നുള്ള ആവശ്യം ജില്ലാ പോലീസ് ഉന്നയിക്കുന്നത്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ 2 സീറ്റുകൾ കോൺഗ്രസിന് വിട്ടു നൽകാൻ ധാരണയായി. കുട്ടനാടും ഏറ്റുമാനൂരുമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുക. 2 സീറ്റുകൾ കൂടി വിട്ടു നൽകണമെന്ന കോൺഗ്രസിന്റെ ആവശ്യത്തിൽ ചർച്ച തുടരുകയാണ്. സീറ്റ് വിഭജന ചർച്ചകൾ തുടരുന്നതിനിടെയാണ് ഏറ്റവും ഒടുവിൽ ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് സീറ്റ് ഏറ്റെടുക്കുന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുവരെ 2 സീറ്റുകളുടെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി എന്നാണ് വിവരം. ഏറ്റുമാനൂർ ഒപ്പം തന്നെ കുട്ടനാട്, ഈ 2 സീറ്റുകളാണ് ഏറ്റെടുക്കാൻ തീരുമാനമായിരിക്കുന്നത്. ഏറ്റുമാനൂർ സീറ്റ് DCC അധ്യക്ഷൻ നാട്ടകം സുരേഷിന് വേണ്ടിയാണ് കോൺഗ്രസ് ഏറ്റെടുക്കുന്നത്. തൊട്ടിപ്പുറത്ത് കുട്ടനാട് സീറ്റിൽ അനിൽ ബോസാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇതിനു പുറമെ ഇടുക്കി, ചങ്ങനാശ്ശേരി സീറ്റുകൾ കൂടി വേണമെന്ന ആവശ്യം കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇടുക്കി സീറ്റ് എന്തായാലും വിട്ടുകൊടുക്കില്ല എന്ന നിലപാടാണ് ജോസഫ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചങ്ങനാശ്ശേരി സീറ്റിനെ സംബന്ധിച്ചുള്ള അവിടെയും KC ജോസഫ് ഉൾപ്പെടെ ഒരുപാട് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ മത്സരിക്കാൻ തയ്യാറെടുത്ത് കാത്തു നിൽക്കുകയാണ്. എന്തായാലും
അപ്പുറത്ത് ജോസ് കെ മാണിക്ക് 13 സീറ്റ് കിട്ടുന്ന സാഹചര്യമുണ്ട്. ഇപ്പുറത്ത് വളരെ 6ലേക്ക് ചുരുങ്ങേണ്ടി വരിക എന്നത് ആ പാർട്ടിക്കാകെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ്. പല പൊട്ടിത്തെറികളും ഇതിനകം തന്നെ ഉണ്ടായിട്ടുണ്ട്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം പി ജെ ജോസഫ് വ്യക്തമാക്കിയത് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും എന്നതാണ്. വിജയസാധ്യതയാണ് പ്രധാനം എന്നുകൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. 10 സീറ്റ് എന്നത് അർഹതപ്പെട്ടതാണ് എന്നത് മാത്രത്തിലേക്ക് പോകുന്നു. 10 സീറ്റ് വിട്ടുകൊടുക്കില്ല എന്ന നിലപാടിൽ നിന്ന് ജോസഫ് പിൻവാങ്ങുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ചർച്ചകൾ തുടരും. കോൺഗ്രസ് കഴിഞ്ഞ തവണയും ഏറ്റെടുത്ത മാണി ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്ന സമയത്ത് പോലും ഏറ്റെടുത്ത സീറ്റുകളാണ് കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറുമൊക്കെ. ഇവിടെ കോൺഗ്രസ് മത്സരിച്ചാൽ ജയിക്കും എന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ അവകാശവാദം. പക്ഷേ എന്നിരുന്നിട്ടും അവിടുത്തെ മുതിർന്ന നേതാവായ ജോസഫ് വാഴക്കനും ഇപ്പുറത്ത് ടോമി കല്ലാനിയും പരാജയപ്പെട്ടു. ടോമി കല്ലാനി ആകട്ടെ 3ാം സ്ഥാനത്തേക്ക് ദയനീയമായി പോകുന്ന സ്ഥിതിവിശേഷവും കഴിഞ്ഞ തവണയുണ്ടായി. പക്ഷേ രാഷ്ട്രീയ സാഹചര്യം മാറിയിരിക്കുന്നു എന്നതാണ് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത്. കോൺഗ്രസിന് കൂടി സാധ്യതയുള്ള ഒരു സമയത്ത് പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയും അതേപോലെ മറ്റ് സീറ്റുകളൊക്കെയും കുട്ടനാടും ഏറ്റുമാനൂരും ഒക്കെ വിജയിക്കാൻ കഴിയുമെന്ന് അവർ മറുപടി പറയുകയാണ്. ഏറ്റുമാനൂർ വി.എൻ. വാസവനെ പോലെയുള്ള കോട്ടയത്ത് തന്നെ ഏറ്റവും മുതിർന്ന നേതാവാണ് CPM-ന് വേണ്ടി കളം പിടിക്കുന്നത്. സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ആയുധമാക്കിയാണ് കഴിഞ്ഞ കുറേ കാലമായി നാട്ടകം സുരേഷ് ഉൾപ്പെടെ മണ്ഡലത്തിൽ സജീവമാണ്. എന്തായാലും ഈ സീറ്റുകൾ ഏറ്റെടുക്കുന്നത് വരും ദിവസങ്ങളും തുടർന്നാൽ അത് ജോസഫ് ഗ്രൂപ്പിനുണ്ടാകുന്ന ക്ഷീണം, അവിടെ ഉണ്ടാകുന്ന പൊട്ടിത്തെറികൾ ഇതെല്ലാം പ്രധാനമാണ്. എന്തായാലും ഔദ്യോഗിക പ്രതികരണങ്ങൾ ഇനിയും ബാക്കിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ തൃശൂരിൽ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് UDF. കോർപ്പറേഷൻ തിരിച്ചുപിടിക്കാനായത് UDF-ന് അനുകൂലമായ സാഹചര്യമായാണ് നേതൃത്വം വിലയിരുത്തുന്നത്. തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ DCC അധ്യക്ഷൻ കൂടിയായ ജോസഫ് ടാജറ്റിന്റെയും A. പ്രസാദിന്റെയും പേരുകളാണ് പരിഗണനയിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ ഉണ്ടായ, പ്രത്യേകിച്ച് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിലുണ്ടായ വലിയ തരത്തിലുള്ള മുന്നേറ്റങ്ങളാണ്. പ്രത്യേകിച്ച് തൃശ്ശൂർ നഗരസഭയടക്കം പിടിച്ചെടുക്കാൻ കഴിഞ്ഞതും അവിടെ LDF-നെ ഏതാണ്ട് 15ഓളം സീറ്റുകളിൽ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളുന്ന തരത്തിൽ വലിയൊരു ആധിപത്യം ഉറപ്പിക്കാൻ UDF-ന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂരിൽ വലിയ പ്രതീക്ഷയോടെ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് നേതൃത്വം നോക്കിക്കാണുന്നത്. പ്രധാനമായി നിലവിൽ 13 നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ളതിൽ ചാലക്കുടിയിൽ സനീഷ് കുമാർ ജോസഫ് മാത്രമാണ് ആകെ കോൺഗ്രസിൻ്റെ ഒരു MLA ആയി തൃശ്ശൂരിൽ ഉള്ളത്. അവിടെ നിന്ന് ആ 13-ൽ 8 നിയമസഭാ സീറ്റുകളെങ്കിലും പരമാവധി പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ, അതായത് 8 സീറ്റുകളിൽ വിജയം സുനിശ്ചിതമാണ് എന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ക്യാമ്പുള്ളത്. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് തൃശ്ശൂർ ചാലക്കുടിയിൽ നിലവിലെ സിറ്റിംഗ് MLA ആയ സനീഷ് കുമാർ ജോസഫ്, അതോടൊപ്പം വടക്കാഞ്ചേരി, മണലൂർ, ഒല്ലൂർ, അതോടൊപ്പം ഇരിങ്ങാലക്കുട, ഗുരുവായൂർ, കൊടുങ്ങല്ലൂർ. ഇതിൽ ഇരിങ്ങാലക്കുടയിൽ കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി തോമസ് ഉണ്ണിയാടനായിരിക്കും കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എത്തുകയെന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R. ബിന്ദുവിനെതിരെ ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കാൻ തോമസ് ഉണ്ണിയാടനെ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് UDF ക്യാമ്പുള്ളത്. ഏതെങ്കിലും വിധത്തിൽ ലീഗിൻ്റെ കൈവശത്തു നിന്ന് ഗുരുവായൂർ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ, അവിടെ ഗുരുവായൂർ സീറ്റ് വിട്ടുകിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവിടെ TN പ്രതാപൻ തന്നെ മത്സരരംഗത്തേക്ക് ഗുരുവായൂരിൽ ഇറങ്ങാനാണ് സാധ്യത. അതായത് പരിചയസമ്പന്നരും മുതിർന്നവരും യുവ പ്രാതിനിധ്യവും വനിതാ പ്രാതിനിധ്യവും ഒക്കെ ഉറപ്പുവരുത്തിക്കൊണ്ട് തൃശ്ശൂരിൽ കൃത്യമായ ഒരു ആധിപത്യം ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട അന്തിമ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും വ്യക്തത വരാത്തത് സന്ദീപ് വാര്യരുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു. സന്ദീപ് വാര്യരെ ഒരുപക്ഷെ പാലക്കാട് പരിഗണിച്ചേക്കുമെന്ന ചർച്ചകൾ വന്നു. അതേസമയം തൃശ്ശൂരിൽ BJP-യുടെ സ്ഥാനാർത്ഥി ആരാകും? BJP ഒരു സ്റ്റാർ മുഖത്തെയാണ് തൃശ്ശൂരിൽ നിയമസഭാ മണ്ഡലത്തിൽ മത്സരരംഗത്തേക്ക് ഇറക്കുന്നതെങ്കിൽ അവിടെ സന്ദീപ് വാര്യരെ രംഗത്തിറക്കണമെന്ന അഭിപ്രായമുള്ള ഒരു വിഭാഗം മുതിർന്ന നേതാക്കളുണ്ട്. അതുകൊണ്ട് തന്നെ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട ചില സസ്പെൻസുകൾ ഇപ്പോഴും ചർച്ചകളിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം ഇങ്ങനെയൊരു മികച്ച മുന്നേറ്റത്തിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വഴിയൊരുക്കുന്നതിന് നേതൃത്വം വഹിച്ച DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റിനെ തന്നെ തൃശ്ശൂരിൽ പരിഗണിച്ചാൽ മതി എന്ന നിലപാടുള്ള മറ്റൊരു വിഭാഗം നേതാക്കളുണ്ട്. എന്തായാലും വിശദമായ ചർച്ചകൾക്ക് ശേഷം മാത്രമേ അന്തിമമായൊരു തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. വിവിധ പേരുകളാണ് ചർച്ചകളിൽ നിറയുന്നത്. അതിൽ എടുത്തു പറയേണ്ട മറ്റൊരു പേര് വടക്കാഞ്ചേരിയിൽ മത്സരിക്കുന്ന വൈശാഖിൻ്റേതാണ്. അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ ഭാരവാഹിത്വത്തിലേക്ക് ഉയർന്നു വന്ന വടക്കാഞ്ചേരി നഗരസഭയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയാണ് വൈശാഖ്. KC
വിഭാഗത്തിൻ്റെ KC പക്ഷത്തെ ഒരു പ്രധാനപ്പെട്ട യുവ നേതാവാണ്. വൈശാഖിന് അവിടെ വലിയ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. അതായത് ആ മണ്ഡലം വൈശാഖിലൂടെ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ക്യാമ്പുള്ളത്. എന്തായാലും ചർച്ചകൾ അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുന്നംകുളത്ത് സോയ ജോസഫിന് തന്നെയാണ് വലിയ മുൻതൂക്കം ഉള്ളത് എന്നാണ് നമുക്ക് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം OJ ജനീഷ്, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ OJ ജനീഷിനെ കൊടുങ്ങല്ലൂരിനൊപ്പം മറ്റൊരു മണ്ഡലത്തിലും OJ ജനീഷിൻ്റെ പേര് ചർച്ചകളിൽ നിറയുന്നുണ്ട്. എന്തായാലും മുൻ DCC അധ്യക്ഷൻ ജോസ് വള്ളൂർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഈ ചർച്ചകളിൽ ഹൈക്കമാൻഡിന് മുമ്പിലേക്ക് എത്തുന്ന പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും തൃശ്ശൂരിനെ വലിയ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നു കോൺഗ്രസ് ക്യാമ്പ്, UDF ക്യാമ്പ്. അതുകൊണ്ട് തന്നെയാണ് 8 മണ്ഡലങ്ങളിൽ വിജയം ഉറപ്പാക്കാൻ കഴിയും എന്ന പ്രതീക്ഷയോടെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നത്. മറ്റ് മണ്ഡലങ്ങളിൽ കടുത്ത പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയും, 8 മണ്ഡലങ്ങളിൽ വിജയം ഉറപ്പാക്കാൻ കഴിയുമെന്ന വിലയിരുത്തലാണ് സ്ഥാനാർത്ഥി നിർണ്ണയം അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഓർത്തഡോക്സ് സഭ വൈദികർക്ക് മന്ത്രി വീണ ജോർജിന്റെ വിരുന്ന്. വിഴിഞ്ഞം തുറമുഖത്താണ് വിരുന്ന് സംഘടിപ്പിച്ചത്. മന്ത്രി V ശിവൻകുട്ടിയും വിരുന്നിൽ പങ്കെടുത്തു. കോഴിക്കോട് കൊടുവള്ളിയിൽ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് 12കാരി മരിച്ചു. കളത്തിങ്കൽ റഷീദിന്റെ മകൾ തൻഹയാണ് മരിച്ചത്. വീടിനടുത്തുള്ള ഇലക്ട്രിക് ലൈനിൽ നിന്നാണ് ഷോക്കേറ്റത്. വീടിന് മുകളിൽ നിന്നപ്പോൾ ഇലക്ട്രിക് ലൈനിൽ അബദ്ധത്തിൽ കൈ തട്ടുകയായിരുന്നു. മടവൂർ AUP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് തൻഹ. അപകടം നടന്ന ഉടൻ തന്നെ കൊടുവള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയായിരുന്നു അപകടം. കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ബാസ്കറ്റ്ബോൾ ലീഗ് കേരള ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ കായിക മന്ത്രി V അബ്ദുൾ റഹ്മാൻ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. മികച്ച താരങ്ങളെ കണ്ടെത്തണമെങ്കിൽ വിവിധ കായിക ഇനങ്ങളിൽ ലീഗ് മത്സരങ്ങൾ സംഘടിപ്പിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. മെയ് 27 മുതൽ ജൂൺ 6 വരെ കൊച്ചി റീജിയണൽ സ്പോർട്സ് സെന്ററിലാണ് മത്സരങ്ങൾ. തിരുവനന്തപുരം ക്യാപിറ്റൽസ്, കോട്ടയം ബൈസൺസ്, ആലപ്പുഴ ഡോൾഫിൻസ്, കൊച്ചി സ്റ്റാലിയൻസ്, തൃശൂർ ടസ്കേഴ്സ്, കാലിക്കറ്റ് വാരിയേഴ്സ് എന്നിങ്ങനെ 6 ഫ്രാഞ്ചൈസികളാണ് ലീഗിൽ പരസ്പരം ഏറ്റുമുട്ടുന്നത്. അറിയാതെ പോയത് എന്താണ് കേരളത്തിലെ സ്പോർട്സിന് സംഭവിച്ചത്? ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി. ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,630, പവന് 1,17,040. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 12,090, പവന് 96,720. വെള്ളി ഗ്രാമിന് 290, കിലോയ്ക്ക് 2,90,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ഇടവേളയ്ക്ക് ശേഷം സ്പോർട് ലൈവ് ടോം കുര്യാക്കോസ് ചെയ്യും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.